John Prakash Pastor, welcome to this Rehoboth Supernatural Glories meeting. Praise the Lord. Praise the Lord. കേൾക്കാം പാസ്റ്റർ. ഓക്കെ താങ്ക് യു. കർത്താവിലൊരു സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീടുകളിലായ ക്രിസ്തീശ്വരന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പതിക്കാലമായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിൽ സഹായിക്കേണ്ടതിനായിട്ട് ദൈവവരങ്ങളെ എത്തിക്കപ്പെടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ഇന്ദുലേഖ എന്ന് പറഞ്ഞ ദൈവദാസിക്കായിട്ട് സ്തോത്രം. ദൈവം അവരെ സഹായിക്കട്ടെ. അതിനോടൊപ്പം ചേർന്ന് ഈ മീറ്റിംഗിൽ സഹകരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി നമുക്ക് ഇന്ന് രാത്രി ദൈവസ്തുതി ആയിരിക്കും. പ്രൈസ് സ്തോത്രം. ഒക്കെയും വളരെ പ്രാർത്ഥനയോടെ ദൈവസ്തുതി നമ്മളായിരുന്ന നിശ്ചയമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കാൻ തക്കമുള്ള ശക്തിയോടെ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം നടക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ സ്തോത്രം ഇതിനകത്ത് ഇപ്പൊ എന്നെ വിളിച്ച ആൾ ഉൾപ്പെടെ ആരെയും പരിചയമില്ല. സ്തോത്രം. ഈ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ച് ഉള്ള പരിചയമാണ്. ഇന്ന് രാത്രി സ്തോത്രം നമുക്ക് ഒരുമിച്ച് കർത്താവ് എന്ന് പറയുന്ന ഒരു അല്ലേ, കർത്താവ് നമുക്ക് നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത്. ഞാനിങ്ങനെ സാധാരണഗതി ഇങ്ങനെ പറയാറുണ്ട്, ദൈവം നമുക്ക് ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിലൊക്കെ നൽകുന്ന നല്ല ബന്ധങ്ങളെല്ലാം കർത്താവിനെ പ്രതി വന്നതാണ്. പലപ്പോഴും പല മേഖലകളിൽ നിന്നൊക്കെ സ്തോത്രം കർത്താവിനെ പ്രതി യേശു നമ്മുടെ അടുക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശു വരാതിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കണക്ഷൻസ്, ഇങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് നമുക്കതിനെ കുറച്ചുകൂടെ സ്പിരിച്വലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, ആത്മീയ ബന്ധങ്ങൾ നമുക്ക് കിട്ടുന്നത് അതിലൂടെയൊക്കെയാണ് അല്ലെ, കർത്താവ് നമ്മുടെ ഇടയിൽ വന്നത് കൊണ്ടാണ്. സ്തോത്രം. ഓക്കെ, ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ഇടവരുത്തുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി നമുക്ക് ആയിരിക്കാം. കർത്താവിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് തിരുവചന ചിന്തകളിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവവചനം ചിന്തിക്കുന്നതോടൊപ്പം എനിക്ക് ഒരു ടൈമിംഗ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. സാധാരണ എന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞ് എന്നെ താഴോട്ട് വരത്തില്ല, മുകളിലോട്ടേ പോകാൻ ചാൻസ് ഉള്ളൂ. പ്രൈസ് സ്തോത്രം. അതുകൊണ്ട് അഥവാ ഇൻ കേസ് അങ്ങനെ ഒരുപാട് കൂടുതലല്ല ഞാൻ ഈ പറഞ്ഞത്, ഒരു പക്ഷേ പ്രൈസിലോ കൂടിപ്പോയാൽ സദയം ക്ഷമിക്കുക. ദൈവം സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാം. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിലുള്ള ഈ മീറ്റിങ്ങിന് വേണ്ടി എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. എനിക്ക് അവർക്ക് പരിചിതമാണ് ആ വാക്യം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ആമേൻ. ഓക്കെ, ആ വാക്യം നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. സ്തോത്രം. എന്നാൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും, അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഈ വാക്യങ്ങൾക്കകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. സ്തോത്രം. നമുക്ക് ഈ ഭാഗം വായിച്ചു വരുന്ന സമയത്ത് ഒരു ശേഷിപ്പിനെ കുറിച്ചൊക്കെയാണ് ആ ഭാഗത്ത് 10-ാം അധ്യായത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 21 മുതലുള്ള വാക്യങ്ങൾ 20 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഒരു ശേഷിപ്പ് ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സ്തോത്രം. അത് 21 നമ്മൾ വരുമ്പോൾ ഒരു ശേഷിപ്പ് മടങ്ങി വരും. യാക്കോബിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ഇസ്രായേലെ, നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാൽ അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. അപ്പൊ എല്ലാവരും മടങ്ങി വരും എന്നുള്ളതല്ല, അതിനകത്തൊരു ശേഷിപ്പ്
എല്ലാ കാലത്തും ഉണ്ട്. സ്തോത്രം. വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് യേശു തന്നെ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. വിളിക്കപ്പെടുന്നവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാണ്. സ്തോത്രം. അപ്പം ഒരുപാട് പേര് വിളിക്കപ്പെടുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ കൂടെ രക്ഷിക്കപ്പെട്ടവർ, നമ്മുടെ കൂടെ സ്നാനമെടുത്തവർ, ഒരുപക്ഷെ നമ്മുടെ കൂടെ തിയോളജിക്കൽ സ്റ്റഡി നടത്തിയവർ, സ്തോത്രം, നമ്മളോടുകൂടെ വിശ്വാസ ജീവിതം ആരംഭിച്ചവർ, നമ്മളോടൊപ്പം ശുശ്രൂഷ തലത്തിൽ വന്നവർ, പലരും ഇന്ന് തിരശ്ശീലയ്ക്ക് മറയില്ല. സ്തോത്രം. പലരും മാറിപ്പോയി, പലരും ഇട്ടേച്ചു പോയി. സ്തോത്രം. എന്നാൽ നമ്മളെ ഇന്നും കർത്താവ് ഇതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. അത് വലിയൊരു ദൈവപ്രവൃത്തിയാണ്, ദൈവമഹത്വമാണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. സ്തോത്രം. ഈ ദൈവം തെരഞ്ഞെടുക്കുന്ന ഞാനെപ്പോഴും ഇതിനകത്ത് ഏത് രീതിയിൽ ഞാനൊരു പ്രതികോസുകാരനായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് രാത്രി. പക്ഷെ അപ്പോൾ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഞാൻ ഇപ്പൊ ഈ ഓൺലൈൻ മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പല ചിന്തകൾക്കകത്തുള്ളവരുണ്ട്. നമ്മളെ ഇന്നത്തെ പെന്തക്കോസ്തിനകത്തുള്ള ഒരു വലിയ ശാപം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഉപദേശത്തിലുള്ള അനൈക്യം. വിവിധ തരത്തിലുള്ള ഒരു വിഷയത്തെ പ്രതി തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. അതൊരു കൺഫർമേഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. അതൊരു തിയോളജിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ എനിക്ക് പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് ഞാൻ ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ എന്റെ മുഖവരെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം റോമൻ കാത്തലിക്സ് പോലുള്ള നോമിനൽ ക്രിസ്ത്യൻസിന്റെ ഇടയിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഓരോ വിഷയത്തെ പ്രതി അവർക്ക് പൊതുവായ ഒരു ആശയമുണ്ട്. അതിൽ ഒരാൾക്കും അതിനെ മാറ്റാൻ പറ്റും. സ്തോത്രം. ഇപ്പൊ ഒരു അച്ഛനും ഒരു പുതിയ സാധനം ഇറക്കാൻ പറ്റത്തില്ല. കാര്യം അത് അവരുടെ തലപ്പത്തിൽ നിന്നുള്ള ഒരു ഡോക്ടറിൻ, ഇപ്പൊ ഒരു സ്നാനത്തെ പറ്റിയോ ഇല്ലെങ്കിൽ ട്രിനിറ്റിയെ പറ്റിയോ ഇല്ലെങ്കിൽ സ്തോത്രം ലോർഡ് സപ്പറിനെ പറ്റിയോ ഇല്ലെങ്കിൽ കൂദാശകളെ പറ്റിയോ ഒക്കെ അവർക്കൊരു ഡോക്ടറിനുണ്ട്. ആ ഡോക്ടറിന് എന്ന് പറയുന്നത് അവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അവരുടെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. അപ്പം പള്ളിയിൽ ഇരുന്ന് ഒരു അച്ഛൻ അത് പറ്റൂല, അത് ശരിയല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഔട്ടാണ് അവർ. സ്തോത്രം. അപ്പൊ നമ്മുടെ ഇടയിൽ മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത്. ഒരു വിഷയത്തെ തന്നെ പല ആശയങ്ങളും പല തലങ്ങളും ഒക്കെ ഉണ്ട്. ഞാനേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ ഈ ഓൺലൈൻ മീറ്റിംഗിൽ ഇരിക്കുന്നതുകൊണ്ട് പലപ്പോഴും പല ചിന്തകൾക്കകത്തുള്ളവരുണ്ട്. അപ്പൊ പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്ത് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലകത്തൊക്കെ നമ്മുടെയൊക്കെ വിഷയങ്ങളിൽ പലപ്പോഴും പലതിനെ പ്രതി നമുക്ക് ആശയങ്ങൾക്കകത്ത് വ്യത്യാസങ്ങളുണ്ട് അല്ലെ? അപ്പം അത് നമ്മൾ തിരുവചനം പഠിച്ചു പറയണം. ഞാനിങ്ങനെ മനസ്സിലാക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു 20 വർഷത്തോളമായിട്ട് ഞാൻ ശുശ്രൂഷയിലുണ്ട്. കർത്താവ് സഹായിച്ചു. 20 വർഷം കൊണ്ട് ഞാൻ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് എല്ലാ വിഷയത്തിനകത്തും കർത്താവിന് കൃത്യമായ മറുപടിയുണ്ട്. സ്തോത്രം. വചനത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആൻസറും, ഒന്നിനകത്തും സംശയങ്ങളില്ല. ഒന്നിനകത്തും ഒരു ചോദ്യം ചിഹ്നം ഇട്ട് നിർത്തുന്ന ഒരു ഭാഗം തിരുവചനത്തിന് എല്ലാ വിഷയത്തിലും ദൈവത്തിന് നമ്മോട് കൃത്യമായ മറുപടി ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ദൈവവചനം, ദൈവത്തിന്റെ ശക്തി എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം ശേഷിപ്പെന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഒരുപോലെ ഉള്ളതല്ല. സ്തോത്രം. ആയിരങ്ങൾ ഉണ്ടായിരുന്നാലും, ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇസ്രായേലിന്റെ ജനത്തെക്കുറിച്ച് പറയുകയാണ്, നിന്റെ എണ്ണം കടൽക്കരയിലെ മണൽത്തരി പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷപ്പെടുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ആഗ്രഹം, എന്റെയും നിങ്ങളുടെയൊക്കെ ആഗ്രഹം, സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കെല്ലാം പോകാൻ പാടില്ല, ആരും നശിച്ചു പോകാൻ പാടില്ല. സ്തോത്രം. എന്ന് പറയുന്നൊരു മേഖല പലപ്പോഴും ഉണ്ടെങ്കിൽ പോലും എനിക്ക് നിങ്ങൾക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കാര്യം അത് ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. നമുക്ക് എനിക്കോ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവദാസിമാർക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വഴി കാണിക്കുക എന്നുള്ളതാണ് അല്ലെ? ഇപ്പം എന്റെ മുമ്പിൽ ഒരാൾ പോകുന്ന സമയത്ത് അവിടെ ഒരു അപകടമുണ്ട്. അത് ഞാൻ പുറകിൽ നിന്ന് കാണുന്നത് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ഈ മുമ്പിൽ പോകുന്ന ആളിനോട് പറയുന്നു, അവിടെ ഒരു സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കണം. അവര് ആ വാക്കിൽ അവര് അനുസരിച്ചാൽ അത് അനുഗ്രഹമാണ് അല്ലെ? പക്ഷെ എനിക്കത് പറയാൻ മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. അത് പറയുമ്പോൾ കേൾക്കുക എന്നുള്ളത് അവനവന്റെ ഹൃദയത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവത്തിന്റെ വചനത്തിനകത്ത് കൃത്യമായ ഡയറക്ഷൻസ് നമുക്ക് തരാൻ കഴിയും. അപ്പൊ ഇവിടെ പറഞ്ഞു വന്ന ഭാഗം ഒരു ശേഷിപ്പിന് മാത്രമേ എന്നുള്ളൂ, രക്ഷയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേദപുസ്തകത്തിലെ ആശയം നിങ്ങൾ പഠിച്ചേ സ്തോത്രം. യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 പേർ ഒരുമിച്ച് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തൻ ഉപേക്ഷിക്കപ്പെടും,
എടുക്കപ്പെടും, ഒരുത്തൻ എടുക്കപ്പെടും. രണ്ടുപേർ ഒരുമിച്ച് പ്രൈസില് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിൽ ഇരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ സ്തോത്രം ഉപേക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, ഒരാളെന്നുള്ള 2-1 എന്നൊരു ചിന്ത അതിനകത്തുണ്ട്. 2-1. അപ്പൊ 2-1 പ്രൈസില് നമ്മൾ അതിനെ ഒന്ന് കൂട്ടി നോക്കിയേ, ഇല്ലെങ്കിൽ ഗുണിച്ചു നോക്കിയേ, അപ്പൊ 4 എത്ര പേർ, 10 എത്ര പേര് പ്രൈസില്. അപ്പം ഒരു കാര്യം ഷാർപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും ഒന്നും സ്വർഗത്തിൽ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് സ്നാനപ്പെട്ട് കഴിഞ്ഞ് രക്ഷ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നു കാര്യമൊക്കെ എന്നുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ ഉള്ളത്. പക്ഷെ അതൊന്നല്ല സ്തോത്രം. ഇനി നിത്യജീവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ചില ആൾക്കാർ പറയും ഇന്നാള് പോകത്തില്ല, അവര് പോകത്തില്ല, ഇവര് പോകത്തില്ല എന്ന് പറയുന്ന തലങ്ങളുണ്ട്. ഇതും ആർക്കും പറയാൻ പറ്റത്തില്ല സ്തോത്രം. ഇതെല്ലാം കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് സ്തോത്രം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവത്തിൽ ആശ്രയിച്ച് ആ നിത്യജീവനിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ഞാൻ ആ ഭാഗത്തിലേക്ക് വേഗത്തിൽ തിരിച്ചു വരികയാണ്. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരണമല്ലോ. അപ്പൊ ഇവിടെ പറയുന്ന ആ ശേഷിപ്പ്, ഒരു ശേഷിപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞു വന്നിട്ടാണ് ഈ ഭാഗം പറയുന്നത്. അന്നാളിൽ അവന്റെ ചുമട് സ്തോത്രം നിന്റെ തോളിൽ നിന്ന്, അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അപ്പം ഇസ്രായേലിന്റെ മേൽ ഭാരമായി വയ്ക്കപ്പെട്ടിരുന്ന ഒരു മുഖം ഇത് മാറിപ്പോകുമെന്ന് പറഞ്ഞു. അന്നാളിൽ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ആ സംഭവം നടക്കുമ്പോൾ? ഒരു മലയാളത്തിൽ നമ്മൾ ആ പദപ്രയോഗം നടക്കുന്ന സമയത്ത് ഒരു വിഷയം, ഒരു സംഭവം നടക്കുന്ന സമയത്ത്, അന്നാളിൽ, ആ ദിവസത്തിൽ, ആ സമയത്ത്, ആ സെക്കൻഡിൽ, ആ മണിക്കൂറിൽ സ്തോത്രം എന്ത് ചെയ്യും? നിന്റെ ചുമട് മാറിപ്പോകും, നിന്റെ തോളിൽ നിന്ന് മുഖം മാറിപ്പോകും. എപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. എപ്പോൾ എന്നതിന് അവിടെ മറുപടി പറയുന്നു, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. വേദപുസ്തകം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിന്റെ ഇംഗ്ലീഷ് ബൈബിളിലേക്കൊക്കെ നമ്മൾ കഴിഞ്ഞ പല രീതിയിലുള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഡിസ്ട്രോയിഡ് ബിക്കോസ് ഓഫ് ദി ഫാറ്റ്നസ് എന്ന് പറഞ്ഞു, കൊഴുപ്പ് കൊണ്ട് തകരും എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. NIV ട്രാൻസ്ലേഷനിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് യോക്ക് ഷാൽ ബ്രോക്കൺ ബൈ ദ അനോയിന്റിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത് സ്തോത്രം. അതിന് NIV പറയുന്നത് പുഷ്ടിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേര് അനോയിന്റിങ് എന്നാണ് സ്തോത്രം. അപ്പം രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കാം. അനോയിന്റിങ് ആണോ, അനോയിന്റിങ്ങിനോട് ചേർന്ന് പുഷ്ടി നമ്മൾ കണക്ട് ചെയ്യണം സ്തോത്രം. രാത്രി നമ്മൾ എന്റെ ചിന്തയ്ക്കകത്ത് വന്നൊരു കാര്യം, ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു കാര്യമാണ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അഭിഷേകം ഉണ്ടായിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അന്യഭാഷ പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. സ്തോത്രം. നമ്മുടെയൊക്കെ എല്ലാവരുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഈ അഭിഷേകത്തെ നമ്മൾ കണ്ടിരിക്കുന്നത് അന്യഭാഷ പറയുക, സ്തോത്രം, ഇല്ലെങ്കിൽ സഭാരാധനയുടെ, ഉപവാസ പ്രാർത്ഥനയുടെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉണർവ് യോഗത്തിന്റെയോ അവസാനം നമ്മൾ കുറച്ച് ബഹളമുണ്ടാക്കി ആരാധിച്ച് കൈയടിച്ച് നൃത്തം ചെയ്ത്, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്, തെറ്റിദ്ധരിക്കരുത് സ്തോത്രം. അപ്പം ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കൊണ്ട് തീരുക സ്തോത്രം. ഇത് അവിടെ കൊണ്ട് നമ്മൾ കൈയടിച്ച് ബഹളം ഉണ്ടാക്കി അന്യഭാഷ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ കൊണ്ട് തീരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ അന്യഭാഷ പവർഫുൾ ആയിട്ട് പറയുന്ന ആളിന്റെ മുമ്പിൽ ഒരു പൂത കളി നോക്കിയ, അല്ലെങ്കിൽ ഒരു രോഗി വന്ന് നോക്കിയേ, അത് സ്തോത്രം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കഠിനമായൊരു മേഖല ഉള്ള, അല്ലെങ്കിൽ കഠിനമായ രോഗമുള്ള ഒരാൾ നമ്മുടെ അടുക്കൽ വന്ന് നോക്കിയാൽ നമ്മൾ പറയും നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കും എന്ന് പറഞ്ഞൊരു ഒരു പിൻവലിയുന്നത് പലയിടത്തും നമ്മൾ കണ്ടിട്ടില്ലേ സ്തോത്രം. ഞാൻ തന്നെ പലയിടത്തും പോകുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ശുശ്രൂഷകന്മാർ പോലും അത് സ്തോത്രം പിശാച് ഭൂതം എന്നൊക്കെ പറയുമ്പോൾ അവർ പേടിച്ച് പിന്മാറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് സ്തോത്രം. എന്തുവാ കാര്യം? അവർ ചിന്തിച്ചിരിക്കുന്നത് ഈ അഭിഷേകം എന്ന് പറയുന്നത് അന്യഭാഷ പറയാൻ മാത്രമുള്ളതാണ്. അല്ല സ്തോത്രം. അഭിഷേകം എന്നുള്ളത് അങ്ങനെയല്ല. നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ സിസ്റ്റംസിനകത്ത് ചില വിഷയങ്ങൾ ഇങ്ങനെ ഈ ബേസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ്. ചിലരൊക്കെ പറയത്തില്ലേ, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവിനെ പോലും മൂന്നാമനായിട്ട് കൊണ്ടുവച്ചേക്കുക. അപ്പൊ ഇതിൽ ഒന്നാമനാരാ, രണ്ടാമനാരാ, മൂന്നാമനാരാ? സ്തോത്രം. ചോദിക്കേണ്ടതല്ലേ നിങ്ങൾ? ഞാൻ ഈ രാത്രി ഈ സാധനം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഈ അറിയാതെ ആരും ഒക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത ഒരു സാധനമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 1, 2, 3. അങ്ങനെ ഒരു ചിന്ത ബിബ്ലിക്കൽ അല്ലത് സ്തോത്രം. ബൈബിൾ പ്രകാരം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് സ്തോത്രം. ഇവർ ആളത്വത്തിൽ 3 ആണെങ്കിലും ദൈവത്വത്തിൽ ഇവർ 1 സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ ദൈവം, പിതാവാം ദൈവം, പുത്രനാം ദൈവം എന്ന് മാത്രമേ നമുക്ക് പറയാൻ
പറയാൻ പറ്റത്തില്ല ഇവര് 1ാം സ്ഥാനവുമില്ല, 2ാം സ്ഥാനവുമില്ല, 3ാം സ്ഥാനവുമില്ല. സ്തോത്രം എന്നുള്ളതാണ്. ഇതിനകത്ത് ഇവര് സൃഷ്ടിയിൽ നിങ്ങൾ നോക്കിയേ, ഇവര് മൂന്നും ഒരുമിച്ചല്ലേ വന്നേ. മീൻസ് അവര് തൃത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു തലത്തിൽ സൃഷ്ടിയിൽ ഒരുമിച്ചല്ലേ വന്നേ. യേശുവിന്റെ സ്തോത്രമല്ല സ്നാനത്തിൽ ഇവർ ഒരേപോലെ വെളിപ്പെട്ടു വന്നില്ലേ അവിടെ. അത് സ്തോത്രം പല ഇടങ്ങളിലും പല മേഖലകളിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒരുപോലെ വെളിപ്പെട്ടു വന്ന ഇടമില്ലേ ഉണ്ട്. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മൂന്നാമത് കൊണ്ടു നിർത്തേണ്ട ഒരാളല്ല, അന്യഭാഷയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ആളല്ല, കയ്യടിയിലും ബഹളത്തിലും മാത്രം ഒതുക്കി നിർത്തേണ്ട ആളല്ല. ഇതൊരു പുഷ്ടിയാണ്, ഇതൊരു ബലമാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് വിരോധമായി ചലിക്കുന്ന മേഖലകളോട്. ഇത് നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഒരു പ്രശ്നമുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ വിശ്വാസികളെ പോലെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. സ്തോത്രമല്ലേ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പ്രയാസം വന്നു എന്ന് ചിന്തിക്കുക, രോഗമോ മറ്റു വിഷയത്തിൽ അകപ്പെട്ടു. സ്തോത്രം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വന്നു, നമ്മൾ ഉടനെ ചാടി പാസ്റ്റർ വിളിക്കുക, പാസ്റ്റർ എന്നാണ് വിഷയം, ഒന്ന് പെട്ടെന്ന് വരാമോ എന്ന് ചോദിക്കും. നമ്മൾ ദൈവത്തിന് ഇരിക്കാനോ മുട്ടുമടക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തിന് ആശ്രയിക്കാനോ തയ്യാറല്ല. സ്തോത്രം. നമ്മളൊരു ഹെൽപ്പിന് വേണ്ടി പോവുക. സ്തോത്രം. ഹെൽപ്പ് ആവശ്യമില്ല നല്ല ഞാൻ ഈ ചില വിഷയങ്ങൾ ഒരു പക്ഷേ ആകാം, വേണമായിരിക്കാം. എന്നാൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുവാ? ദൈവത്തിൽ ആശ്രയിച്ചുകൂടെ? ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നുകൂടെ? കർത്താവിനോട് നമുക്ക് നമ്മുടെ വിഷയത്തെ പറഞ്ഞുകൂടായോ? ഇതിനകത്ത് ദൈവം പ്രവർത്തിക്കത്തില്ലയോ? സ്തോത്രം. ഇന്ന് രാത്രി വേറെ ആരും ഇടനിലക്കാർ ഇല്ലാതെ, ഒരു മീഡിയേറ്റേഴ്സ് ഇല്ലാതെ നമുക്ക് ദൈവസന്നിധി വരരുതോ? വരാം, നിശ്ചയമായിട്ടും വരാം. അങ്ങനെയെങ്കിൽ ഇതാണ് അഭിഷേകത്തിന്റെ പുഷ്ടി എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുവാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുമ്പോൾ ഒറ്റക്കാര്യം ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറിയ ഭാഗത്തിലേക്ക് വേഗത്തിൽ വരികയാണ്. അഭിഷേകത്തിന്റെ പുഷ്ടി എന്ന് പറയുന്നത് പുഷ്ടി ബലമാണ്. ബലം നമ്മുടെ ശക്തിയെ കാണിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ശരീരമുണ്ട്. ശ്രദ്ധിച്ചു, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരാണ്, എനിക്കൊന്ന് കൂടുതലും സഹോദരിമാരാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്. ഈ പലപ്പോഴും പ്രൈസർ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഞാൻ അഭിഷേകം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. സ്തോത്രം. ആരും അതിനെ നെഗറ്റീവായിട്ട് എടുക്കരുത്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഞാൻ നടത്തുകയാണ്. ഇപ്പൊ നമ്മുടെ വെയിറ്റ്, സ്തോത്രം, എനിക്ക് ഇപ്പൊ നിങ്ങൾക്കുള്ള വെയിറ്റ് ഒരു പക്ഷേ എന്റെ ഒരു വെയിറ്റ് ഒരു 65-70 കിലോ ഞാനുണ്ടെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്രയും ഉണ്ടെന്ന് ചിന്തിക്കുക. ഈ വെയിറ്റിന്റെ സ്തോത്രം ഒരു പവർ നമുക്കുണ്ടോ? സ്തോത്രം. 75 കിലോ വെയിറ്റ് ഉണ്ടെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ചിലർക്ക് 90 കിലോ വെയിറ്റ് ഉണ്ട്, കുനിഞ്ഞിട്ട് നിവരാൻ പറ്റുന്നില്ല. ഒരു 5 കിലോയുടെ വെയിറ്റ് കൈ കൊണ്ട് നമുക്ക് എടുത്തു പൊക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്നത്തിന് ഈ വെയിറ്റിന്റെ കാര്യം പറയുന്നത്? നമ്മൾ ഈ പറയുന്നില്ലേ എത്ര വർഷം അഭിഷേകം പ്രാപിച്ചിട്ട്? 30 വർഷമായി. ബലമുണ്ടോ? ഇല്ല. എത്ര വർഷമായി? 20 വർഷം അഭിഷേകം പ്രാപിച്ചിട്ട്, ഇല്ലെങ്കിൽ 30 വർഷമായി, 40 വർഷമായി, 50 വർഷമായി എന്ന് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് കേരളത്തിൽ ഇപ്പൊ പെന്തിക്കോസ്ത് വന്നിട്ട് 100 വർഷമായിരുന്ന സെഞ്ചുറി അടിച്ചു. അപ്പൊ ഇത്രയും കാലഘട്ടത്തിലേക്ക് ഇല്ലെങ്കിൽ 70, 80, 90 ഇല്ലെങ്കിൽ 60 വർഷമായ ഈ ആൾക്കാർ പറയുകയാണ് ഞാൻ ഇത്രയും വർഷം അഭിഷേകം പ്രാപിച്ചിട്ട്. എടാ, വെയിറ്റ് നമുക്ക് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 90 കിലോ വെയിറ്റ് ഉണ്ട്, പക്ഷെ 5 കിലോ വെയിറ്റ് പോലെ നിന്റെ കൈ കൊണ്ട് നിനക്ക് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വെയിറ്റ് 90 എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? സ്തോത്രം. എന്നതുപോലെയാ ഈ വിഷയം. അഭിഷേകം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് പുഷ്ടി വേണം. പ്രീസലോ. അതിനകത്ത് ബലം വേണം, അതിനകത്ത് ശക്തി വെളിപ്പെടണം. പ്രീസലോ. അതിനകത്ത് ദൈവകൃപ വ്യാപരിക്കണം. അല്ല, പിശാച് നമ്മളെ കണ്ട് ഭയപ്പെടണം, സാത്താൻ നമ്മളെ കണ്ട് ഓടണം. പ്രീസലോ. ഇന്ന് രാത്രി അവനെ കണ്ട് നമ്മളിങ്ങനെ ഭയപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. പ്രീസലോ. പകരം അവനെ ഭയപ്പെടുന്ന, നമ്മളെ ഭയപ്പെടുന്ന ഒരു തലത്തേക്ക് നമ്മൾ കയറി വരേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഗിദെയോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നല്ലേ. ഗിദെയോൻ 6-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, യഹോവയ്ക്ക് അനിഷ്ടമായത് പിന്നെയും ഇസ്രായേൽ ചെയ്തു. അവരെ മിദ്യാനിന്റെ കയ്യിലേക്ക് 7 വർഷം ഏൽപ്പിച്ചു കൊടുത്തു. അവരെ മിദ്യാനെ ഞെരുക്കി. സ്തോത്രം. മുൻപ് പിൻപ് തിരിയാൻ കഴിയാത്ത രീതിയിൽ അവരെ പിശാച് തകർത്തു. സ്തോത്രം. അവരുടെ നന്മകളെ, കൊയ്ത്തിനെ ഇവർ നഷ്ടപ്പെടുത്തി കൊണ്ടുപോയി. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവരെ വിതയ്ക്കും, ഇവർ അതിനുവേണ്ടി വെള്ളവും വളവും ഒഴിക്കും. അതിന്റെ കൊയ്ത്തിന്റെ സമയമാകുന്ന സമയത്ത് പെട്ടെന്ന് മിദ്യാന്യൻ പ്രത്യക്ഷപ്പെട്ടു വന്ന് ആ നന്മകളെ ഇവൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു തലമുണ്ട്. ഇത് കണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ. പിടികിട്ടുന്നുണ്ടോ? അത് സ്തോത്രം. പക്ഷെ അതിന്റെ നടുവിലാണ്, അത് സ്തോത്രം, ഗിദെയോനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം. ഗോതമ്പ് മിദ്യാന്യന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് അത് സ്തോത്രം, അവൻ അതിനെ സേഫ് ചെയ്തിട്ടാണ് കരുവേലകത്തിന്റെ കീഴിൽ അതിനെ പൊടിച്ചുകൊണ്ടിരുന്നത്. പ്രീസലോ. ഇത് കണ്ടിട്ട കർത്താവ് പറഞ്ഞത്, അല്ലയോ പരാക്രമശാലിയെ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം,
അത് നമ്മുടെ കയ്യിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പിശാച് തകർത്തു കൊണ്ടുപോകുമ്പോൾ നോക്കി നിൽക്കുന്ന ഒരു ഗിദെയോനെയല്ല ദൈവം അവിടെ കണ്ടത്. പകരം എന്റെ അവകാശം അത് എന്റേത് മാത്രമാണ്. മിദ്യാന്യനോ അവന്റെ കൂട്ടാളികൾക്കോ ഞാൻ അധ്വാനിച്ചതിന്, ഞാൻ പ്രയാസപ്പെട്ടതിന്, ഞാൻ കരഞ്ഞു പ്രാപിച്ചതിന്, ഞാൻ നിലവിളിച്ച് പ്രാപിച്ചതിന്, ഞാൻ ഉപവസിച്ച് പ്രാപിച്ചതിന്, ഞാൻ സ്തോത്രം വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ എന്റെ വയറും കുടലെല്ലാം ദൈവസ്ഥലത്തിൽ ഉണക്കിയിരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചതിന് പിശാചെ നീ അടിച്ചുകൊണ്ടു പോകുമ്പോൾ നോക്കി നിൽക്കുകയല്ല എന്റെ ദൗത്യം. പകരം എന്റെ മേലൊരു ബലം വ്യാപരിക്കുന്നുണ്ട്. ആ ബലം അതിനെ പ്രതിരോധിക്കുന്നതാണ്. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ ആ ദൈവിക വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുന്ന സമയത്ത് അഭിഷേകം നിങ്ങൾ ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരിലേക്ക് അഭിഷേകം ഉണ്ടാകാം. എന്നാൽ അഭിഷേകമല്ല ഇന്ന് രാത്രി ചലിക്കാൻ പോകുന്നത്. അഭിഷേകത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു പുഷ്ടിയുണ്ട്. ആ പുഷ്ടി ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് ചലിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അല്ല പ്രൈസ് ദി. നമ്മളിൽ പലരും ബലഹീനരാണ് അല്ലെ? അല്ല സ്തോത്രം. നമ്മളെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സഹോദരിമാരാണ് കൂടുതൽ എന്നാ തോന്നുന്നത്. സ്തോത്രം ഹല്ലേലൂയ. എന്റെ പേരുകൾ നോക്കിയിട്ട് ഞാൻ പറയുന്നതാണ്. അല്ല സ്തോത്രം. പക്ഷേ നമ്മുടെയൊക്കെ ഇടയിൽ നമ്മളെ കുറിച്ച് തന്നെ ഒരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ട് ബൈബിളിൽ തന്നെ. നമ്മൾ ബലഹീന പാത്രം, സ്ത്രീജനം ബലഹീന പാത്രം, കൃപയ്ക്ക് കൂട്ടവകാശികൾ. സ്തോത്രം എന്ന് പറഞ്ഞ് അത് നമ്മൾ ഈ ഓരോ വിഷയങ്ങൾ പറയുന്നതിന്റെ അകത്തൊരു കോണ്ടക്സ്റ്റ് ഉണ്ട്. സ്തോത്രം. ഈ ബലഹീന പാത്രം എന്ന് ഉദ്ദേശിച്ചത് അഭിഷേകത്തെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത്. സ്തോത്രം. അഭിഷേകത്തെ കുറിച്ച്, ദൈവശക്തിയെ കുറിച്ചൊന്നും അല്ല ആ വിഷയം പരാമർശിച്ചത്. സ്തോത്രം ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരാണ്. അത് സ്ത്രീ പുരുഷ വ്യത്യാസം തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ എന്റെ നാമത്തിൽ പുറപ്പെട്ട പാമ്പുകളെ, തൂണുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അത് ശിഷ്യന്മാർക്ക് കൈമാറിയ ഒരു സ്ഥാനമല്ല, കർത്താവിനെ അനുഗമിച്ച സകല ആൾക്കാർക്കും കൈമാറിയ ഒരു അഭിഷേകമാണ്, ദൈവശക്തിയാണ്. ഇത് രാത്രി ഈ ബലഹീന പാത്രം എന്നൊക്കെ പറയപ്പെടുന്നത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം അല്ലവേ അല്ല. സ്തോത്രം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ ചില മേഖലകളിൽ ചിലപ്പോഴൊക്കെ ഡിപ്രഷൻ അടിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ തളർന്നു പോകാറുണ്ട്, ചിലപ്പോഴൊക്കെ ക്ഷീണിച്ചു പോകാറുണ്ട്. അല്ല മറ്റുള്ളവരുടെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ പവർഫുൾ ആയിട്ട് നിൽക്കില്ലേ? എലിസബത്ത് ആന്റി സ്തോത്രം ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കാര്യം വന്നു നോക്കിയോ, നമ്മൾ അങ്ങ് ഇടിച്ചു നിൽക്കും. സ്തോത്രം ഹല്ലേലൂയ. പവർഫുൾ ആയിട്ട് നിൽക്കും. സ്തോത്രം. ആരെന്ത് വന്നാലും എന്ത് സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, അത് ധൈര്യമായിട്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ വിഷയം വരുമ്പോഴോ പാടിപ്പോത്തില്ലയോ? സ്തോത്രം ഹല്ലേലൂയ. തളർന്നു പോകത്തില്ലയോ? സ്തോത്രം. അങ്ങനെ തളർന്ന ഒരു മേഖല ജീവിതത്തിനകത്ത് വന്ന മേഖലകളില്ലേ? അത് സ്തോത്രം. ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്തൊരു മണ്ഡലം ജീവിതത്തിന്റെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ? പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ട ഒരു ജീവിത സാഹചര്യം അകത്തില്ലേ? അത് സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് പ്രിയാന്റിയോടുള്ള ബന്ധത്തിൽ കൈമാറുന്ന ഒരു വെളിപ്പാടാണ്. അകത്തും പുറത്തും ഒരുപോലെ. സ്തോത്രം ഹല്ലേലൂയ. അല്ല മുള്ളുകൾക്കിടയിലെ താമര എന്നുള്ള നിലവാരത്തിൽ നിന്നൊരു ജീവിത സാഹചര്യത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നെ ദർശിക്കുകയാണ്. അല്ല സ്തോത്രം ഹല്ലേലൂയ. രാത്രിയിൽ കണ്ണടച്ചുറങ്ങാൻ കഴിയാത്ത രീതിയിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി, സമാധാനം നഷ്ടപ്പെട്ടു പോയി, വാവിട്ട് നിലവിളിച്ച് സ്തോത്രം ഹല്ലേലൂയ, നാളെ എന്ത് ചെയ്യുമെന്നറിയാതെ ഇന്ന് രാത്രി അവിടെ നിന്റെ ആയുസ്സിനെ എടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് കിടന്ന രാത്രികളില്ലേ? സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇവിടത്തോളം കൊണ്ടുവന്നത് നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം ഹല്ലേലൂയ. അകത്തുനിന്ന് പുറത്തുനിന്ന് ഒരുപോലെ ശോധന വന്നു. പണിയേണ്ടവര്, ലിഫ്റ്റപ്പ് ചെയ്യേണ്ടവര്, ഉയർത്തേണ്ടവര്, താങ്ങേണ്ടവരും എല്ലാം എതിരായി. അത് സ്തോത്രം ഹല്ലേലൂയ. അത് സ്തോത്രം. ഒറ്റപ്പെടുത്തി കളഞ്ഞു, നിന്ദിച്ചു കളഞ്ഞു, ആക്ഷേപിച്ചു കളഞ്ഞു, പരിഹസിച്ചു കളഞ്ഞു. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ മേഖലകൾ കടന്നു വന്നപ്പോൾ ഈ രാത്രി ആത്മാവാന്തിയെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കരുണയെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുകയാണ്. എന്നോട് ഇങ്ങനെ പറയുന്ന, ജയിലിനകത്ത് കിടന്ന് അല്ല യിരെമ്യാവിന്റെ ദൈവം പൊക്കിയതുപോലെ ഈ രാത്രി ദൈവം നിങ്ങളെ ഉയർത്തിയെടുക്കുന്ന നാളുകൾ വിദൂരമല്ല. ഈ രാത്രി ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്ന സമയത്ത് നൊന്ത് തീറി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു ഇടപെടൽ ഈ രാത്രി വെളിപ്പെടാൻ പോകുകയാണ്. ആന്റി, ദൈവാത്മാവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാടിതാണ്. നിങ്ങളെ എന്തോ കൊണ്ട് എന്തൊരു കവചമിട്ട് മൂടിയതുപോലെ അതിനകത്ത് ഒരു ഇൻഡിപെൻഡൻസ് ഇല്ലായ്മ, സ്വാതന്ത്ര്യത്തോടെ ശരീരത്തിനാണോ മനസ്സിനാണോ എന്ന് എനിക്ക് അറിയത്തില്ല, അത് ആത്മാവിലാണ് എന്തോ ഒരു സ്വാതന്ത്ര്യക്കുറവ് ഫീൽ ചെയ്യുന്ന ഒരു മേഖല. അത് ഇന്ന് പകൽക്കാലം ഈ രാത്രി നിങ്ങളെ വിട്ട് മാറുക. ഒരു ഇരുമ്പ് കവചത്തെ അല്ല സ്തോത്രം ഹല്ലേലൂയ, ഒരു ഇന്നത്തെ രീതിയിൽ ഒരു കട്ടർ, ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തരുന്നു. ആത്മാവിലൊരു സ്വാതന്ത്ര്യം, അങ്ങനെ തന്നെ ആ വിഷയത്തെ വിവേചിക്കുന്നു. ആത്മാവിലൊരു സ്വാതന്ത്ര്യത്തെ പരിശുദ്ധാത്മാവ് ഈ രാത്രി കൽപ്പിക്കാൻ പോകുകയാണ്. ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യും, പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മഹത്വം ഈ രാത്രി നിങ്ങൾക്കായി ചലിക്കും. ഒരിക്കലും പ്രാർത്ഥനകളൊന്നും വൃഥാവായി പോകും.
പോകത്തില്ല കേട്ടോ. എന്നോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്ന ഒരു വെളിപ്പാടാണ്. അല്ല, കർത്താവ് ചിലതിന്റെ മുമ്പേ നിങ്ങളെ തല ഉയർത്തിപ്പിടിച്ച് നിർത്തും ദൈവം. പ്രൈസ് ദി ലോർഡ്. ചിലതിന്റെ നടുവിൽ ദൈവം നിർത്തും. തല കുനിഞ്ഞത് എവിടെയോ, തല താഴ്ത്തിയത് എവിടെയോ, ചിലയിടത്തൊക്കെ ചില മേഖലകൾക്കൊക്കെ ചില ആൾക്കാരുടെ മുമ്പിലൊക്കെ തല കുനിയേണ്ടി വന്നിട്ടുണ്ട്. ചില ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന അവരുടെ മുൻപിലൊക്കെ നിങ്ങളുടെ തലയെ ഉയർത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ചലിപ്പിക്കാൻ പോകുകയാണ്. ചൂടാവ ശബ്ദരാധിയാണ്. ഒന്നുകൂടെ ദൈവാത്മാവ് ഒരു വെളിപ്പാട് കൂടെ എന്നോട് കൈമാറുന്നു ഈ രാത്രി. അതിനുവേണ്ടി ശക്തമായി എത്ര ചവിട്ടിയിട്ട് ചാകാത്തൊരു പാമ്പ് നിങ്ങളുടെ പിറകിലുണ്ട്. എത്ര ചവിട്ടിയിട്ട് അത് ചാകുന്നില്ല. സ്തോത്രം. പലവട്ടം പ്രാർത്ഥിച്ചു, പല നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നും ചവിട്ട് അത് കൊള്ളുന്നുണ്ട്, പക്ഷെ അത് ചാകുന്നില്ല. അതിനെ തുടർന്ന് പിടിച്ച് പലപ്പോഴും അത് അസ്വസ്ഥമാക്കുന്നുണ്ട്. ശരീരത്തെ വിലകുന്നത് കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഒക്കെ. ഇത് രാത്രി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ദൈവസേന ഇരിക്കാമെങ്കിൽ അതിനകത്തൊരു ശാശ്വത പരിഹാരത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നൽകാൻ പോകുന്നുവെന്ന് ആത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആവർത്തിച്ച് പറയാം, അഭിഷേകമല്ല നമുക്ക് ആവശ്യം, അഭിഷേകത്തിന്റെ പുഷ്ടിയാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം കൊണ്ട് എന്റെ കാര്യം അല്ല. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. അല്ലെ, എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും വല്ല പിടുത്തമുണ്ടോ? അല്ല, സൈന്യത്താലല്ല, ശക്തിയാണല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. അപ്പൊ സൈന്യബലം കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊക്കറിയാമോ? ശൗല് മരിക്കുന്ന സമയത്ത് ദാവീദ് ഒരു പാട്ട് പാടി. സ്തോത്രം. ശൗല് മരിക്കുന്ന സമയത്ത് ആ പാട്ടിനകത്തൊരു വരി ഇങ്ങനെ പറഞ്ഞു, തൈലാഭിഷേകമില്ലാത്ത പരിച. സ്തോത്രം. ഹല്ലേലൂയ. തൈലാഭിഷേകമില്ലാത്ത പരിച എന്ന് പറഞ്ഞാൽ അർത്ഥം ശൗല് കീഴടങ്ങാൻ, ശൗല് താഴോട്ട് പോകാൻ കാരണം പ്രൈസില് അവന്റെ അഭിഷേകത്തിൽ, അവന്റെ പരിചയ്ക്ക് അഭിഷേകമില്ലായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ കാലത്ത് ബുദ്ധി കൊണ്ട് നിൽക്കുക എന്നുള്ളത് അസാധ്യമാണ്. അല്ല, സ്തോത്രം. ഹല്ലേലൂയ. അസാധ്യമാണ്. ഒരിക്കലും അത് കഴിയത്തില്ല. ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിന്, ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തേണ്ടതിന് ഈ ദിവസങ്ങൾ ഏൽപ്പിക്കപ്പെടുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടവരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് അഭിഷേകമല്ലേ ആവശ്യം, അഭിഷേകത്തിന്റെ പുഷ്ടി ആണ് നമുക്ക് ആവശ്യം. അഭിഷേകമുണ്ട് എന്നുള്ളത് നമ്മളിൽ അന്യഭാഷ പറയുന്നവരാണ്, ബലപ്പെടുന്നവരാണ്. ശാസിക്കേണ്ടി വരുന്ന സമയത്ത് ഞാനിങ്ങനെ അഭിഷേകത്തിന് ഈ ചർച്ചകളിലൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മളൊക്കെ കണ്ണടച്ച് പിടിച്ചോണ്ട് പല പിശാചിന്റെ പേര് പറഞ്ഞെത്തി ശാസിക്കുമല്ലേ. പേര് പറഞ്ഞ് ചില പിശാചിന്റെ പേരൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ശാസിക്കും. ഞാൻ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, അല്ലെ പ്രൈസ് ദി ലോർഡ്, ഈ പിശാച് കണ്ണിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലുള്ള അവസ്ഥ നമ്മുടെ ഈ ശാസിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം അത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാലുള്ള അവസ്ഥ ധരിച്ചു നോക്കിയേ. ഈ പറഞ്ഞ ആൾക്കാരുടെ ബലമൊക്കെ ഒരുപക്ഷെ ചോർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെ സ്തോത്രം. എന്താ കാര്യം? നമ്മൾ ഈ കണ്ണടച്ച് പിടിച്ച് ശാസിക്കുമ്പോൾ അല്ല ഇത് സ്തോത്രം. ഇതിന്റെ അധികാരം നമ്മള് നിശ്ചയമായിട്ട് മനസ്സിലാക്കണം. പ്രൈസില് നമ്മുടെ ഈ ചില ആൾക്കാർ പിശാചിനെ സില്ലിയായിട്ട് കാണുന്നവരുണ്ട്. പിശാച് വലുതല്ല, ദൈവത്തെക്കാൾ കവിഞ്ഞ് ബലം പിശാചിന് ഇല്ലെന്ന് തന്നെ പഠിക്കണം. പക്ഷെ യെശയ്യാവിന്റെ പുസ്തകം എനിക്ക് തോന്നുന്നു 14 സ്തോത്രം 17, 18, 14 അത് ആ ഭാഗത്ത്. അതുപോലെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 2 പുസ്തകങ്ങളിലും പിശാചിനെ കുറിച്ച്, ലൂസിഫറിനെ കുറിച്ചൊരു വെളിപ്പാട് പറയുന്നുണ്ട്. അല്ല സ്തോത്രം. യെശയ്യാവിൽ പറയുന്നത് എങ്ങനെയാണ്? അവൻ പ്രൈസ് ദി സ്തോത്രം, അവൻ സർവജ്ഞാനമുള്ളവൻ, വിവേകമുള്ളവൻ, സ്തോത്രം, ജ്ഞാനസമ്പൂർണൻ എന്നൊരു പ്രയോഗം ലൂസിഫറിനെ കുറിച്ച് തിരുവചനം നടത്തി. ജ്ഞാനസമ്പൂർണൻ. അപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലെ ഒറ്റ ശാസ്ത്രയിൽ ഓടുന്ന സാധനമല്ല ഇത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ പുറകിൽ നമുക്ക് അധികാരം ആവശ്യമാണ്. അതിനാൽ ഞാൻ പറഞ്ഞ അന്യഭാഷയല്ല നമുക്ക് ആവശ്യം. അന്യഭാഷയ്ക്കകത്ത് വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ചോദ്യചിഹ്നങ്ങളുടെ മുൻപിൽ നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ഒരു അഭിഷേകത്താലല്ല കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നത്. പകരം അഭിഷേകത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തിക്ക് മാത്രമേ നുകത്തെ തകർക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി പ്രൈസ് ദി സ്തോത്രം. അത് ഇന്ദുലേഖ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി കൈമാറുന്ന ഒരു വെളിപ്പാടാണ്. അല്ലെ സ്തോത്രം. അല്ലെ, ശക്തി നിന്നിലേക്ക് വരികയാണ്. ശക്തി ഒരു ബലം നിന്നിലേക്ക് വരികയാണ്. ഗദയോനോട് ദൈവം പറഞ്ഞില്ലേ, ഈ ബലത്തോടെ പോകാൻ. നല്ല വിദ്യാലയം നീ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ മേഖലകൾക്കകത്ത് ചില ചോദ്യചിഹ്നങ്ങളുടെ മുൻപിൽ കർത്താവ് നിന്നെ ഒരു മറുപടിയാക്കി
മറുപടിയാക്കി നിർത്തുമെന്ന് ആത്മാവിന്റെ രാത്രി കൈമാറുന്നു. ഒരു ഈ തലമുറയിൽ സ്തോത്രം ഒരു ദൈവമഹത്വം ചുമക്കുന്നവരാക്കി നിന്നെ തീക്കുവാൻ എന്റെ ആത്മാവിന് പദ്ധതിയുണ്ട് എന്ന് ആത്മാവിന്റെ രാത്രി ശക്തിയോട് ഇടപെടുന്നു. ദൈവം ദോഷത്തിനൊന്നും ചെയ്യുന്ന ദൈവമല്ല. ഇന്ന് രാത്രി എന്നോട് കർത്താവ് ഇങ്ങനെ ഇന്ദുലേഖ സിസ്റ്ററോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരിക്കലും റീസെറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം ഉടഞ്ഞു പോയൊരു പാത്രമാണ്. അല്ല സ്തോത്രമല്ലേ, ഒരിക്കലും റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അല്ല പ്രൈസല, ഉടഞ്ഞതല്ല, മുറിഞ്ഞിപ്പോയെന്ന് പൊടിഞ്ഞു പോയെന്ന് പറയുന്ന ഒരു തരം നിന്റെ ജീവിതത്തിന്റെ പുറകിലുണ്ട്. മനുഷ്യൻ അസാധ്യം, അല്ല ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ചൊരു മേഖലയുണ്ട്. അല്ല സ്തോത്രം, എഴുന്നേൽക്കാൻ കഴിയാതെ, അല്ല സ്തോത്രമല്ലേ ലൂയ, ചലിക്കാൻ കഴിയാതെ, മൂവ് ചെയ്യാൻ കഴിയാതെ ആയിപ്പോയ ഒരു ജീവിത സാഹചര്യത്തെ പരിശുദ്ധാത്മാവിന്റെ രാത്രി ദർശിക്കപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് ഇങ്ങനെ പറയുന്നു, അല്ല സ്തോത്രം, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിന്റെ ദൈവത്തിന്റെ മുൻപിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. ഈ രാത്രി എന്നോട് ഇങ്ങനെ ആത്മാവ് ഉറപ്പിച്ചു പറയുന്ന ഒരു വെളിപ്പാട്. അല്ല സ്തോത്രം, ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ ദൈവം നിന്നെ മറുപടിയായിട്ട് നിർത്തും, മറുപടിയായിട്ട് നിർത്തും. മറുപടി പറയാൻ വേണ്ടി നിർത്തുമെന്നല്ല, മറുപടിയായിട്ട് നിർത്തും. സ്തോത്രം, അങ്ങനെയാണ് അതിന്റെ വെളിപ്പാട്. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, സ്തോത്രം, വീണു പോകരുത്. ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഒരു സ്തോത്രം, അരക്കെട്ടിന്റെ ഭാഗത്ത് ഒരു കയറുകൊണ്ട് കെട്ടി പിറകിലോട്ട് വലിക്കുന്നത് പോലെ മുന്നോട്ട് ജീവിതത്തെ മുന്നോട്ട് വിടാതെ, ആത്മമണ്ഡലത്തിൽ ചലിക്കാൻ കഴിയാതെ, ആത്മീക തലങ്ങളിൽ മൂവ് ചെയ്യാൻ കഴിയാതെ വേണം പിറകിലോട്ട് വലിച്ചു പിടിക്കുന്ന ഒരു ചില വ്യാപാര മേഖലകളുണ്ട്. രാത്രി അധൈര്യപ്പെടുത്തുന്ന ചില വാക്കുകൾ, അല്ല പിറകിലോട്ട് നിന്നും ചെയ്യരുത് എന്നും, അല്ല സ്തോത്രമല്ലേ അല്ല ചിലര് നിന്നെ നോക്കി, നിനക്ക് കൃപയുണ്ട്, നിങ്ങളുടെ മേൽ കൃപയുണ്ട്, പക്ഷെ നിന്നെ നോക്കി പറയുന്നൊരു മേൽ ഇതെല്ലാം കൃപയുള്ളവർ ചെയ്യേണ്ടതാ, കൃപയുള്ളവർ ചെയ്യേണ്ടതാ, കൃപയില്ലാതെ ചെയ്താൽ നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു മേഖല പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. വ്യാകുലപ്പെടേണ്ട, ഭയപ്പെട്ട് പിന്മാറിപ്പോകേണ്ട, ദൈവകൃപയിൽ ആശ്രയിച്ച ദൈവം നിശ്ചയമായ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി നൽകുമെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൂത് കൈമാറുകയാണ്. ഫിലിപ്പിയ സഭയെ ആരംഭിക്കുവാൻ, ഫിലിപ്പിയ സഭയ്ക്ക് തുടക്കമിടുവാൻ ഒരു ലിതിയായ ദൈവം ഉപയോഗിച്ചെങ്കിൽ സ്തോത്രമല്ലേ ലൂയ, ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ട് ചിലത് പണിയിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവിന്റെ രാത്രി പറയപ്പെടും. ഒന്നുകൂടെ പരിശുദ്ധാത്മാവിന് ദൂത് കൈമാറുന്നു. നീ ഉടഞ്ഞു പോയ ഒരു മേഖല നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഉടഞ്ഞു പോയ, വാർത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഉടഞ്ഞു പോയ ഒരു മേഖലയുണ്ട് എന്നത് ഒരു വെളിപ്പാടാണ്. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ ഈ പറയുന്ന സാധനം എഴുതി വെച്ചോണം. പ്രൈസല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അങ്ങനെയുള്ള ചില മേഖലകളെ, ചില വ്യക്തികളെ പണിതെടുക്കുന്ന ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇന്ന് രാത്രി പകരാൻ പോകുകയാണ്. ഉടഞ്ഞു കിടക്കുന്നതിന്, തകർന്നു കിടക്കുന്നതിന്, ശൂന്യമായി കിടക്കുന്നതിന്, അല്ല സ്തോത്രമല്ലേ ലൂയ, പണിതെടുക്കുവാൻ സ്തോത്രമല്ലേ ലൂയ, ദൈവാത്മാവ് നിന്നെ ഉപയോഗിച്ചു. മാനസികമായി തകർന്നു പോയ ഒരു മേഖല നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ഒരു മെന്റൽ പേഷ്യന്റായി മാറുമോ എന്ന് ചിന്തിച്ചൊരു തലം നിന്റെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു അത്ഭുതം ചെയ്യുന്ന രാത്രിയായിട്ട് ഈ രാത്രി മാറപ്പെടുകയാണ്. ഈ രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ് നെയിം, 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 താങ്ക് യു ജീസസ് നെയിം. ശമാന ഹസ്തൽ കലാസിയാന വൈശപ്രൗഢമന ഘടകജ രഗധ്വനി ഹസ്തൽ പ്രൗഢമനാദി. രാത്രി അഭിഷേകമല്ല വെളിപ്പെടുന്നത്, അഭിഷേകത്തിനകത്തൊരു പുഷ്ടിയുണ്ട്. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി അതിനകത്ത് ചലിക്കാൻ പോവുകയാണ്. 92-ാം സങ്കീർത്തനം, ഇതിന് വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് വിരാമിടുവാൻ ഞാൻ ശ്രമിക്കുന്നു. 92-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? അല്ലെ, 92-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. എന്റെ കൊമ്പ് പോലെ പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ശ്രദ്ധിക്കണമേ, അവിടെ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എന്നെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേച്ചു. എന്തുവാ ഈ കാട്ടുപോത്തിന്റെ കൊമ്പ്? അല്ല സ്തോത്രം, കാട്ടുപോത്തിനൊരു ബലമുണ്ട്, അല്ലെ, ബലമുണ്ട്. 84-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? എനിക്ക് ആ വാക്യം കൂടെ ഒന്ന് കിട്ടിയാൽ ഗുണമായി. സ്തോത്രം, 84-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. യെസ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ആമേൻ.
ശ്രദ്ധിച്ചേ, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരിലേക്ക്, സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അപ്പൊ ബലം ആരിലാണ്? അല്ല സ്തോത്രം, ദൈവത്തിലുള്ള ബലം. ദൈവത്തിലുള്ള ബലം അല്ല സ്തോത്രം, അല്ലേ? നമ്മുടെ ബലം എല്ലാം കിടക്കും ദൈവത്തിലല്ലേ? അല്ല സ്തോത്രം, ശരീരം കൊണ്ടല്ലല്ലോ. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് 2 കൊരിന്ത്യർ 10:4 പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ചടീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഈ രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ബലം അത് ശത്രുവിന്റെ തകർക്കുന്ന ഒരു ബലമാണ്. ഈ രാത്രി അനിത എന്ന് പറഞ്ഞ ആ പ്രിയാഞ്ചിയോട് പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയുന്നു, നിന്റെ തകർത്ത ചിലതിനെ തകർക്കുന്ന ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോവുകയാണ്. ഒരു ബലം, ചിലതിനെ തകർക്കുന്ന ഒരു ബലം പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് കൈമാറുന്നു. ഞാൻ ആ കാട്ടുപോത്തിന്റെ ബലത്തെ കുറിച്ച് വായിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞു, അതിന് തുല്യം ഒരു ബലം കർത്താവ് നിന്നിൽ പകരാൻ വേണ്ടി പോകുകയാണ്. ഉറഞ്ഞു പിടിച്ച് അടങ്കം പിടിച്ചു വെച്ച് കെട്ടിക്കളയുന്ന, അല്ല മുന്നോട്ട് വിടാതെ വേണ്ട തകർത്തു കളയാൻ നോക്കുന്ന മേഖലകൾ നിന്റെ ജീവിതത്തിന് പുറകെ വന്നു. ഉടച്ചു കളഞ്ഞ മണ്ഡലങ്ങളുണ്ട്, തകർത്തു കളഞ്ഞ മേഖലകളുണ്ട്. പ്രാർത്ഥനയിൽ സ്തോത്രം ഒതുക്കിയ സ്ഥലങ്ങളുണ്ട്. പൊന്തി വരാൻ കഴിയാതെ കാഹളത്തിന്റെ ശബ്ദം വരുന്ന ഇടത്ത് ഒരു തുണി കൊണ്ട് ഞാപ്പടയ്ക്കുന്നത് പോലെ അടച്ചു കളഞ്ഞൊരു മേഖല നിന്റെ ജീവിതത്തിനകത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഇങ്ങനെ പറയുന്നു, ധൈര്യപ്പെടുക, ദൈവം നിന്നെ ഒരു കാഹളമാക്കി ഉപയോഗിക്കാൻ പോവുകയാണ്. ഗ്രഹതലത്തിനകത്ത് തന്നെ സ്വർഗത്തിന്റെ പണിതെടുക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൂത് കൈമാറുന്നു. രോഗിയാക്കി ഒരു കട്ടിലിനകത്ത് ഒതുക്കിക്കളയുവാൻ തക്കവണ്ണ ശത്രു പദ്ധതി പലവട്ടം ഇട്ടു. ആ സ്തോത്രം, അതിന്റെ നടുവിൽ സ്വർഗം നിന്റെ കാത്ത മേഖലകളെ ആത്മാവ് കാണുന്നു. അപകടങ്ങളെ കൊണ്ടുവന്നൊരു തലത്തെ പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. അല്ല മരണകരമായ പലതും നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ജീവിതത്തോടെ തട്ടിത്തെന്നി മാറിയൊരു മേഖല ദൈവാത്മാവ് ദർശിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവ് ഇങ്ങനെ പറയുന്നു, ധൈര്യപ്പെടുക, ഇതിന്റെയൊക്കെ മുമ്പിൽ ഇതിനെയൊക്കെ ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം നൽകും. അല്ല സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും ഭാരസിംഹത്തെയും എരിമ്പാമ്പിനെയും നീ മെതിച്ചു കളയുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഗ്രഹതലത്തിനകത്ത് ഗ്രഹതലവുമായി ബന്ധപ്പെട്ട് നിന്റെ തല ഉയരത്തരുത് എന്ന് പറഞ്ഞ് ചിലതിന്റെ തല ഉയർന്നു നിൽപ്പുണ്ട്. നീ നോക്കിക്കോ സ്തോത്രം, നിന്റെ തല പൊന്തി വരും, ആ ശത്രുവിന്റെ തല താഴുമെന്നൊരു തലത്തെ ദൈവാത്മാവ് ദർശിക്കുന്നു. എന്നോട് കർത്താവ് ഇങ്ങനൊരു വെളിപ്പാട് കൈമാറുന്നു. ഹന്നായെ പെനീന ദിനംപ്രതി നിന്ദിച്ചു, സ്തോത്രം, ദിനംപ്രതി നിന്ദിച്ചു കൊണ്ടിരുന്നു. ഇതുപോലെ കാലങ്ങൾ കൊണ്ട് അല്ല ആ ഒരു വിഷയത്തെ പ്രതി നീ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖല, ഒരു പെനീനയെ പ്രതി വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖല, അല്ല സ്തോത്രം, ദിനംപ്രതി ഇങ്ങനെ കുത്തുക 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 കുത്തുക. സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവ് ഇങ്ങനെ പറയുന്നു, സ്തോത്ര, അതിന്റെ മേലൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി മുതൽ ചലിക്കാൻ പോവുകയാണ്. അല്ല സ്തോത്രം, ഹല്ലേലൂയ. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വെളിപ്പാട് കൈമാറുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ ആ ഭാഗം, ആദ്യത്തെ ഭാഗം വായിപ്പാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു ഉപമ കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗം വായിച്ചു പ്രാർത്ഥിക്കുവാൻ, ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കാര്യം അതിനകത്ത് പറയുന്നൊരു വാക്ക് എന്നോട് പരിശുദ്ധാത്മ പറയുന്നുണ്ട്. ഞാൻ പറയാം, മനുഷ്യനെ ശങ്കയില്ലാത്ത, ദൈവത്തെ ഭയമില്ലാത്തൊരു ന്യായാധിപനാണെങ്കിലും അവസാനം അവൻ ആ വിഷയത്തിൽ ഇടപെട്ടതുപോലെ, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ ഇടപെടും. ഈ കാലത്ത് ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. ഇന്നലകളിൽ ദൈവം മൗനമായെങ്കിൽ, ഇന്നലകളിൽ ദൈവം സൈലന്റ് ആയെങ്കിൽ, ഇന്നലകളിൽ ദൈവം ചലിക്കാതിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ചലിക്കത്തില്ലെന്നല്ല. ഇന്ന് രാത്രി കുറിപ്പിട്ടുകൊള്ളുക, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിന്റെ മുമ്പിൽ ചില പ്രവൃത്തികൾക്ക് ദൈവം തുടക്കമിടുകയാണ്. ചില കോട്ടകളെ ദൈവം തകർക്കാൻ പോകുകയാണ്. ചില ബന്ധനങ്ങളെ ദൈവം അടിച്ചു തുടങ്ങുകയാണ്. അല്ല മെഴുകുതിരി ഉരുകുന്നത് പോലെ സ്തോത്രം, ഹല്ലേലൂയ, ദുഷ്ടമണ്ഡലങ്ങൾ ഉരുകുന്ന ഒരു ദിവസമാക്കി ഈ ദിവസം തുടങ്ങുകയാണ്. ഇന്നു മുതൽ ദൈവം അത് ചെയ്യുന്ന ഒരു തലത്തെ പരിശുദ്ധാത്മാവ് ദർശിക്കപ്പെടുന്നുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
Adoradigere siandro rasha kalabaredigere siandro rasha karabaredige siandro rabba rikara bare sendara roshikaba bare siandro vikalaba rikara tuke siandro rashika baredigere siandro rashikara uredibere siandra vikalaba ഡിസ്കണക്ട് ആയി പോയതാണ്, സോറി. പരിശുദ്ധാത്മാവിന്റെ രാത്രി ചില അത്ഭുതങ്ങൾ അരുത എന്ന് പറഞ്ഞ ആന്റിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ഒരു ദോഷവും ദൈവം ചെയ്യുന്നില്ല. സ്തോത്രമല്ലേലൂയ. ഇക്കാലം വരെ ദൈവം മൗനമായത് തിന്മയ്ക്കല്ല, ഇക്കാലം വരെ ദൈവം പ്രവർത്തിക്കാതിരുന്നത് തിന്മയ്ക്കല്ല. ഇന്നു മുതൽ കുറിപ്പെട്ടുകൊള്ളുക, ഈ സമയം മുതൽ കുറിപ്പെട്ടുകൊള്ളുക. ചില പ്രവൃത്തികൾക്ക് ദൈവം ആരംഭം കുറിക്കുകയാണ്. ശത്രുവിനെ സ്തോത്രമല്ലേലൂയ എടുത്ത് പെട്ടെന്ന് നീക്കുമെന്നല്ല ഞാൻ ഈ പറയുന്നത്. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടൻ ഉരുകുമെന്ന് പരിശുദ്ധാത്മാവിന്റെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ടു വരും. നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയെന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ദൈവം പ്രവൃത്തി ദിവസങ്ങൾ ചലിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൂത് കൈമാറുക. എന്റെ വചനത്തിൽ ഞാൻ വാക്കുകൾക്ക് അവസാനമിടില്ല. അഭിഷേകത്തിന്റെ പുഷ്ടി മുഖത്തെ തകർത്തുകളെ, അഭിഷേകത്തിന്റെ പുഷ്ടി മുഖത്തെ തകർത്തുകളെ. ഇന്ന് രാത്രി അഭിഷേകം നമുക്ക് ആവശ്യമാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി അതിനകത്തൊരു പുഷ്ടിയുണ്ട്. ആ പുഷ്ടി ഇന്ന് രാത്രി ചലിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടെ വരാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവേ, ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക്, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം. ഈ മീറ്റിങ്ങിന് എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രിയ മേഴ്സി സ്തോത്രം. ഒരു കുട, അത് സംരക്ഷണം, വെയിലത്തും മഴയത്തും അതൊരു സംരക്ഷണമാണ് കുട എന്ന് പറയുന്നത്. പക്ഷെ ആ സംരക്ഷണ തലം തന്നെ സ്തോത്രം പലപ്പോഴും ഭാരമായിട്ട് വരുന്ന ഒരു മേഖല എന്ന ഒരു വിഷയത്തെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അനുകൂലമെന്ന് ചിന്തിക്കുന്നത് തന്നെ സ്തോത്രം ഹല്ലേലൂയ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ചിലപ്പോഴൊക്കെ ജീവിതത്തിനകത്ത് പ്രതികൂലമായിട്ടും ഒരു ഇന്ന് കൊണ്ട് ശബ്ദത്തെ പിടിച്ചിട്ട് മേഖല ദൈവാത്മാ ഒരു തലം സ്വഭാവം ഒന്നില്ലെങ്കിൽ പരിശുദ്ധ കാണിക്കുന്നു. പിന്നെയും ദൈവം പാർക്കുന്ന ഭൂമിയോ ഇല്ലെങ്കിൽ അതിന്റെ നിങ്ങളുടെ ഫാമിലികളുമായി ബന്ധപ്പെട്ട് വസ്തു സംബന്ധമായിട്ടുള്ള ചില മേഖലകളിൽ വന്നുപോയ ചില തർക്കങ്ങളോ വാദങ്ങളോ അതിൽ നിരന്തരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നിലവാരത്തിൽ ഒരു ശാപമായിട്ട് അല്ല ഒരു മന്ത്രവാദം ആഭിചാരക്കെട്ട് പോലെ നിങ്ങളെ പിന്തുടരുന്ന ഒരു മേഖല ദൈവാത്മാവിനെ കാണിക്കുന്നു. അതിന്റെ കെട്ട് സ്വർഗമെന്ന് രാത്രി അഴിച്ചു മാറ്റാൻ പോവുകയാണ്. ചൂരാപാരാമായി ഗന്ധരാവിയാണ് അധരമനഘടകത്തി ഒരു മൃഗത്തെ, വളർത്തു മൃഗത്തെ ഒരു കയറിൽ കെട്ടിയിടുന്നത് പോലെ നിങ്ങളെ കെട്ടിയിടുന്ന ഒരു മണ്ഡലത്തെ ആത്മാവ് ദർശിക്കുന്ന ആ കെട്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് ശരീരം വിട്ട് അഴിക്കുന്നൊരു പകല എന്നെ നിങ്ങളുടെ മുഖം അത് തല ശിരത്തിന്റെ ഭാഗം ഇതെല്ലാം കാണുമ്പോൾ ഒരു കവചം പണ്ടത്തെ രാജക്കന്മാർ നിൽക്കുന്ന ഒരു കവചമുണ്ടല്ലോ യുദ്ധത്തിൽ. ഇതുപോലൊരു സാധനം, അത് ഇളക്കാൻ കഴിയാത്തൊരു സാധനം, അകത്ത് വ്യക്തിയോടൊപ്പം നഷ്ടപ്പെടുന്നത് പോലെ അങ്ങനത്തെ ഒരു സാധനത്തിനെ ഹെൽമറ്റ് പോലെ വെച്ചിരിക്കുന്ന ഒരു തലത്തെ ദൈവാത്മാവ് അക്കത്തിന്റെ സ്വർഗത്തിന് അടിക്കുകയാണ്. കാലങ്ങൾ കൊണ്ട് ചുമക്കുന്ന ബന്ധനം, ആ തലയിൽ ഉദിക്കുന്ന വ്യാപാരം, ആ വൈജ്ഞാനിക സ്വാധീനം ഇന്ന് രാത്രി ശരീരം വിട്ട് അഴിയപ്പെടുകയാണ്. ശരീരം ശരീരത്തിൽ നിന്ന് തലയുടെ മേഖലകളിൽ നിന്ന് ശരീരമേഖലയിൽ നിന്ന് വയറിന്റെ ഇടയിൽ ഈ ഭാഗത്ത് ബന്ധിക്കപ്പെട്ട ചില മേഖലകൾ ഇന്ന് രാത്രി അഴിച്ചുവിടുകയാണ്. ദൈവശക്തി ഇന്ന് രാത്രി ചലിക്കുന്നു. ചില മരണക്കെട്ടുകൾ അത് രാത്രി അഴിയപ്പെടുകയാണ്. മരണക്കെട്ടുകൾ അഴിയപ്പെടുന്നു, മരണക്കെട്ടുകൾ അഴിയപ്പെടുന്നു.
പരിശുദ്ധാത്മാവിനെ റിലീസ് ചെയ്യുകയാണ്. അത് കൊച്ചുന്നതല്ല, പക്ഷെ അത് ചുറ്റിപ്പിടിച്ച പ്രശ്നമാണ്. എന്നതുപോലെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഭൂവ്യാപാര ശക്തി ഇഴജന്തുവാണെങ്കിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ദൈവം അഴിക്കുക, നന്മകളെ അടച്ചു കളയുന്ന വഴികളെ തുറക്കാനുള്ള വഴികളെ അടയ്ക്കുന്നൊരു മേഖലയുണ്ട്. ദൈവം അടിഞ്ഞിരുന്ന ഈ അധികാരത്തിൽ അഭിഷേകത്തിൽ രാഷ്ട്രീയ സ്വസ്ഥക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്വസ്ഥക്കായി പ്രാർത്ഥിക്കുന്നു. പകരേണ്ടതിനാൽ അനന്തരം പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി സ്ഥാപിക്കുന്നു. കർത്താവെ, അവനിപ്പോൾ പാർക്കുന്ന വീടിന്റെ മണ്ടയിൽ ഒരു കഴുകൻ പറന്നു നിൽപ്പുണ്ട്, ഒരു കഴുകൻ പറന്നു നിൽപ്പുണ്ട്. കഴുകൻ സുഗന്ധിയാണ് ഇന്ന് രാത്രി ആ ചക്രിയങ്ങൾ വ്യാപരിക്കുന്ന വ്യാപാരം ആ കൂടാരം വെച്ച് മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കും ബുദ്ധിക്കുന്ന തലങ്ങളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. രാത്രി അത്ഭുതങ്ങളെ ചെയ്യുന്ന രാത്രിയായി മാറുന്നത് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, ഇന്ത്യയിലെ സിസ്റ്ററോടും ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലുള്ള ഒരു ദൈവിക വെളിപ്പാട് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ഒരു പ്രാർത്ഥന പോരാളികൾ കൊണ്ട് നിറയുന്ന ഒരു തലമാക്കി ദൈവമായി പ്രാർത്ഥനയും വിടുതലുകൾ സംഭവിക്കുന്നുണ്ടോ? പ്രാർത്ഥനകളും വിടുതൽ ഞാൻ ഒന്നുകൂടി എതിർത്ത് പറയുന്നു. പല മിടുക്കന്മാർക്കും ചെയ്യാൻ കഴിയാത്തത്, പല മിടുക്കന്മാർക്കും ചെയ്യാൻ കഴിയാത്തത് ഞാൻ പറയുന്നത് എഴുതി വെച്ചോ. പല മിടുക്കന്മാർ പരാജയപ്പെട്ടു പോയ യുദ്ധങ്ങൾ, പരാജയപ്പെട്ട ഒരു വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. എന്തിനാ സിസ്റ്ററോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയും, നിങ്ങളൊരു ദൂതന്റെ ഹൃദയത്തിൽ വരുന്നോണ്ട് ഞാൻ പറയുന്നു. അത് സ്തോത്രം. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രമീകരിക്കുന്നതിൽ പോലെ പലയിടത്തും ഒതുക്കപ്പെടലുണ്ട്. ഒരു ഫേസ് മുഖം പുറത്തോട്ട് വരുന്നില്ല, മുഖം പബ്ലിക്കലി വരുന്നില്ല. ദൈവം നിങ്ങൾ അങ്ങനെ കൊണ്ടുവരും കേട്ടോ. സ്തോത്രമല്ലേ ലുമിയ. അത് സ്തോത്രം. ദൈവം സഹായിക്കാൻ, ദൈവം അനുവദിച്ചാൽ കർത്താവിന്റെ വരവ് താമസിക്കും. അത് സ്തോത്രം. 2027 ഫെബ്രുവരി മാസം ചില ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടുള്ള ചില ഓപ്പണിങ്ങുകൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും. അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദൈവാത്മാവിന്റെ രാത്രി ദൂത് കൈമാറുന്നത് ആ സമയങ്ങളിൽ സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ ഇപ്പൊ ഈ ദൂത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇന്ന് നെച്ചിലയിൽ വിശ്രമിക്കുന്ന ഒരു ദൈവദാസിയാണ് മേരി കോമൂര്. ആ ഒരു പേര് സാമ്യം പറയാൻ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിന്റെ പെടും. അങ്ങനെ ഒരു തലത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ഒരു നാളെ വില കൊടുത്തേ പറ്റും. പ്രാർത്ഥിക്കണം. സ്തോത്രം. മിടുക്കന്മാരുടെ മുമ്പിൽ സ്വർഗം നിങ്ങളെ നിർത്തും. സ്തോത്രം. അല്ലേലില്ല. കേരളത്തിൽ സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ മേഖലയിലും പുരുഷാധിപത്യം എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്. സ്തോത്രം. അല്ലേലില്ല. എല്ലായിടത്തും ഉണ്ട്. സ്തോത്രം. മിനിസ്ട്രിയിലും ഉണ്ട്. മറ്റേ അങ്ങനെയുള്ള ചില മേഖലകളിൽ പ്രിയ സിസ്റ്റർ നിങ്ങളുടെ ദൈവം നിർത്തും. ഞാൻ ഈ പറയുന്ന സാധനം എഴുതി വെച്ചോ, ആരക്കെട്ടുറപ്പിച്ച് പറയുക, ആരക്കെട്ടുറപ്പിച്ച് പറയുക. ദൈവം അത് ചെയ്തിരിക്കും. നിങ്ങളുടെ മുമ്പിൽ പല വിഷയങ്ങളെ ഡീൽ ചെയ്യാം, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കൃത്യമായ ദൈവശബ്ദത്തെ കേൾപ്പിക്കുക. സ്വർഗം നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വിദൂരമല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂരെ കൈമാറി ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞാൻ ഈ ശുശ്രൂഷകളുടെ നടത്തിപ്പുകൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർക്കായി ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കായി എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണത്, എല്ലാവരെയും അവിടെ നിന്ന് വിടിവിക്കണത്, ഏൽപ്പിച്ച ദൈവാലോചനകൾക്കായി ഏൽപ്പിച്ച ദൂതുകൾക്കായി ദൈവമാവ് ശക്തമായി അവിടെ ഇടപെടണമേ. ഞങ്ങൾക്ക് ആവശ്യം അഭിഷേകമാണ്. പക്ഷെ അതിൽ മാത്രമല്ല, അതിനകത്തൊരു പുഷ്ടിയുണ്ട്. ആ പുഷ്ടി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിന് ഞങ്ങൾ ചെയ്യണം. വിടുതലോടെ കാക്കും, അനുഗ്രഹിക്കണം, അത്ഭുതം, മഹത്വം അങ്ങേ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. തൊക്കിയ നല്ല പിതാവേ. പാസ്റ്റർ സമയമുണ്ടെങ്കിൽ പാസ്റ്റർ ബാക്കി 3 പേർക്കും കൂടെ പ്രാർത്ഥിക്കാം. ഒന്ന് കെസിയ, ഒന്ന് ഷീബ സിസ്റ്റർ, ഒന്ന് ലത ജേക്കബ്. ഓക്കെ, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അത് അവർക്ക് ആക്ച്വലി വീഡിയോയിൽ വരാൻ പറ്റില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അതാണ്
ഓക്കെ. ജെസിയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവം സഹായിച്ചു ബലപ്പെടുന്നു. ശക്തീകരിക്കും. ദൈവത്തിന്റെ കൃപ കൊണ്ടും പുതിയും ആത്മാവിന്റെ മേഖലകൾ വെളിപ്പെട്ടു വരും. അല്ല സ്തോത്രം. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, കയറ്റം കയറിയിട്ട് അത് തീരുന്നില്ല. കയറ്റം കയറി തീരുന്നില്ല. എല്ലാ കയറ്റത്തിന്റെ അകത്ത് അതിന്റെ അവസാനമുണ്ടെന്ന് ചിന്തയുണ്ട്. പക്ഷെ ഇത് കയറ്റം കയറിയിട്ടൊന്നും തീരാത്ത തലത്തിൽ വിഷയങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല, ഒരു റിസൾട്ട് കാണാൻ കഴിയാത്തൊരവസ്ഥ. അത് സ്തോത്രമല്ലേ. ഒരു ക്രമീകരണ ജീവിതത്തിനകത്ത് വരുന്നില്ല. പ്രയത്നങ്ങൾ പലപ്പോഴും നിഷ്ഫലമായി പോകുന്ന ഒരു മേഖല. സ്തോത്രം. ഒരു കൂട് വിട്ട് വേറൊരു കൂടിലേക്ക് പറന്നു പോകുന്ന ഒരു പക്ഷിയെ പോലെ അലക്ഷലുകളും ഉയർച്ചകളെയും ദൈവാത്മാവ് ദർശിക്കുന്നു. മാത്രമല്ല സ്തോത്രം, പലരും നിന്നൊക്കെ തട്ടിക്കളിക്കും. അത് സ്തോത്രമല്ലേ. അത് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത് പോലെ പലരും നിന്നെ ഉപയോഗിച്ചിട്ട് പുറന്തള്ളിക്കളയുന്ന ഒരു മേഖല ദൈവാത്മാവിന്റെ രാത്രി കാണിക്കും. കസിയോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചില ജലസിന്റെ പോലുകൾ നിനക്കെതിരെ ഉണ്ട്. അസൂയയുടെ വ്യാപാരം അത് പലപ്പോഴും മുൻപിൽ വരുന്ന ചില വിടുതലുകളെ തടഞ്ഞുകെട്ടി വ്യാപരിക്കുന്നു. ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്ക് അങ്ങനെയുള്ള തലത്തിനകത്തിന് സ്വർഗത്തിന്റെ പുറത്തെടുത്ത് ഒരു ദൈവപ്രവർത്തിക ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുമെന്ന് ആത്മാവിങ്ങനെ പറയുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ മാസം ചില വിഷയങ്ങൾക്കകത്ത് വിടുതൽ പരിശുദ്ധാത്മാവ് കാണും. ഒരു ആപ്ലിക്കേഷന് മറുപടി എന്നത് പോലെ ചില വിടുതലുകൾ ഒരു മഴവില്ലിന്റെ തല ദൈവാത്മാവിനെ കാണിക്കും. ദൈവം അത് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇടപെടുന്നു. കാലങ്ങൾ കൊണ്ട് തുറക്കാൻ കഴിയാത്തൊരു താക്കോൽ അത് മാത്രം അത് തുറന്നു വരുന്നൊരു വെളിപ്പാട് പരിശുദ്ധാത്മാവിന്റെ രാത്രി നിർമ്മിക്കപ്പെടുകയാണ്. അതിനുവേണ്ടി സ്തോത്രം ചെയ്തു ദൈവകരം ചലിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് ഷീവ എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെ ദൈവം അനുഗ്രഹിച്ചാൽ, ബലപ്പെടുത്തിച്ചാൽ, ശക്തീകരിച്ചാൽ, വെക്കുന്ന കാലുകൾ ഏണിയിലൂടെ വെച്ചെങ്കിലും മുന്നോട്ട് വീണ്ടും കയറാൻ പറ്റും, ഉയർച്ചയിൽ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഏണിയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ആ പടവുകൾ തകർന്നു പോകുന്ന ഒരു മേഖല ദുരപരാധിഘടകത്തി അത്ര തന്നെ സുരക്ഷിതത്വം ചെയ്യാൻ നോക്കിയാൽ ആ സുരക്ഷിതത്വങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഒരു മേഖല. അത് സ്തോത്രം. കത്തി വരുന്ന വിളക്കിന്റെ കാറ്റ് തടഞ്ഞു പോകുന്നത് പോലെ ആത്മമണ്ഡലങ്ങളെ മരവിപ്പിച്ചു കളയുന്ന ചില മേഖലകളെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതത്തിക്കുകയാണ്. ശക്തിയോടെ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ. അർച്ചന ഘടകം, അന്തരാധികൾ കല, അർദ്ധചാരം, ചിറകിനെ അരിഞ്ഞു കളയുന്നത് പോലെ വിശ്വാസ ജീവിതത്തെ ഉടച്ചു കളയാൻ, തകർച്ചു കളയാൻ നോക്കുന്നൊരു മേഖല, ഒരു വിശ്വാസ പരിശോധന ജീവിതത്തിനകത്തുണ്ട്. അത് ശാസ്ത്രം എന്നാൽ അതിന്റെ നടുവിൽ സ്വർഗത്തിൽ നിർത്തിയിരിക്കുന്നതിന് ഓർത്ത് ഈ രാത്രി കർത്താവിന് പൈസ പ്രോബ്ലം ഘടകം. മുള്ളുകൾ പലതും നിന്റെ ശരീരത്തിൽ പ്രീശത സ്തോത്രം കുത്തിയിട്ടുണ്ട്. പല മുള്ളുകൾ ഏറ്റിട്ടുണ്ട്. പക്ഷേ മുള്ളുകൾ വന്നെങ്കിലും പ്രീശത അതിന്റെ ശരീരത്തിൽ മുഴുവൻ വയ്ക്കാം. അത് സ്തോത്രം. മുള്ളിനൊന്നും ചെയ്യാൻ കഴിയാതെ മാറിപ്പോയ ചില മേഖലകളെ ആത്മാവിന്റെ രമന ഹസ്തൻ വേട്ടക്കാരൻ ഓടുന്നതിന്റെ പ്രാണഭയം ഓടിപ്പോയ മേഖലകൾ, പ്രാണഭയത്തിൽ ഓടിപ്പോയ ദൈവം ഒരു റിട്ടേൺ പരിശുദ്ധാത്മാവ് കൽപ്പിക്കും. യാക്കോബ് യേശാവിനെ പേടിച്ചിറങ്ങുമ്പോൾ കയ്യിലൊരു പൊക്കണവും കയ്യിലൊരു സഞ്ചി വടിയും മാത്രമല്ലാതെ ഒരു കണ്ടം കഴിഞ്ഞ് ദൈവം യാക്കോബിനെ തിരിച്ചു വരുത്തുമ്പോൾ രാത്രി തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ എന്നോട് പരിശുദ്ധാത്മാവിന്റെ ഈ വാക്യം നോട്ട് ചെയ്ത് പറയിപ്പിക്കുന്നു. അത് മനുഷ്യർ തള്ളിയതെങ്കിലും ഞാൻ നിന്നെ ശ്രേഷ്ഠവും മാന്യമുള്ള ഒരു മൂലക്കല്ലാക്കി മാറ്റി വെക്കുമെന്ന് ഇടപെടുന്നു. സ്തോത്രമല്ലേ. നിന്ദിച്ചവരുടെ, ആക്ഷേപിച്ചവരുടെ, പരിഹസിച്ചവരുടെ മുൻപിൽ ദൂരമല്ലെന്ന് ഇടപെടുന്നു. ശരീരത്തിന്റെ വലതു ഭാഗത്ത് കൈ, ആ കൈയുടെ ഭാഗം എന്നെ കാണിക്കും. ശരീരത്തിന്റെ വലത് കൈ ആ ഭാഗം എന്നെ കാണിക്കുന്നു. ആ ഭാഗത്ത് നേരിടുന്ന ചില അസ്വസ്ഥതകൾ ഇന്ന് രാത്രി കണ്ടഴിഞ്ഞ് പുറത്തു വരികയാണ്. ചൂട് കയറി ഒരു അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ദേഹത്ത് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ബലഹീനമാക്കി വിടുന്ന ചിക്കന്റെ പോരാണ്. ചെയ്യാതിരിപ്പാൻ പലപ്പോഴും ജോലികൾക്കകത്ത് മൂവ്മെന്റുകൾ ബലത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു മേഖല. ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൈയുടെ കെട്ടുകയോ അഴിക്കുക.
നമ്മൾ കയറുകൊണ്ട് മരത്തിൽ ചുറ്റിക്കെട്ടിയ അത് കാലങ്ങൾ ആ കെട്ടിരിക്കുമ്പോൾ അതിന്റെ പാടവിടെ വരും എന്നതുപോലെ ഇന്ന് രാത്രി ആ പാടവിടെ വരുന്ന രീതിയിൽ കെട്ടിവെച്ച ആ കയറിന്റെ അടിഞ്ഞ് ഓരോന്നായിട്ട് അതിന്റെ വെളിപ്പാട് പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. ഈ രാത്രി തന്നെ ആ ശരീരത്തിലെ വ്യത്യാസം നിങ്ങൾ കാണും. ദൈവാത്മാവ് അത്ഭുതം ചെയ്യുന്നു. അതരഘടക ശബ്ദരാശികൾക്കടകടകസ്യാതന ഉദരത്തിന്റെ അറകൾക്കകത്ത് ഇറങ്ങിച്ചൊരു ബന്ധനത്തെ ദൈവം ഇന്ന് രാത്രി അഴിക്കുന്നവയാണ്. ജലത്തെ പുഷ്ടിയെ ഒക്കെ തകർത്ത് കളഞ്ഞു. അല്ല ഒരു മേഖലത്തിനകത്തുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന രൂപം അല്ല നേരത്തെ നിന്റെ അല്ല ഇപ്പോൾ പാടെ മാറിപ്പോയി. രൂപം രാമം പകലും എന്നതുപോലെ നീ മാറിപ്പോയി. അല്പോത്രം എന്നാൽ ദൈവാത്മാവ് അങ്ങനെ ആക്കിയതിന്റെ പിറകിൽ നിന്റെ ഉദരത്തിനകത്ത് ഇറങ്ങിയ ഒരു കെട്ടാണ്. രാത്രി സ്വർഗം അത് അഴിച്ചുവിടുന്നു. ഒരു നല്ല നിലവാരത്തിലേക്ക് ദൈവം നിന്നെ പണിതെടുക്കുന്നവർ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. അവിടുത്തെ മക്കളെ ദൈവം അനുഗ്രഹിക്കാം. ദൈവിക സമാധാനത്താൽ ദൈവിക വിടുതലുകൾ നിറച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. മഹത്വമങ്ങി യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് ലത എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആ പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് അത്ഭുതം ചെയ്യും. അതരഘടക ശബ്ദൽ കരാസിയാണ്. വൈഷമന ഘടക ജനകി അർത്ഥമന ഘടക ശബ്ദൽ കരാസിയാണ്. അല്ല വെള്ളത്തിനകത്ത് ശ്വാസം കിട്ടാതെ മുങ്ങിക്കിടക്കുന്നത് പോലെ ശ്വാസം മുങ്ങിക്കിടക്കുന്ന ചില മേഖലകൾ കര കാണാൻ കഴിയാത്ത അർത്ഥമനന്ദ പേരുകൾ ചലകചാലകൾ ഒരു നീന്തൽ ആരംഭിക്കുന്ന സമയത്ത് ഏതൊരു നീന്തൽ ചെയ്യുന്ന ഒരാളിന്റെയും വിശ്വാസം നീന്തലിന്റെ അവസാനം സ്ഥലത്തെത്താൻ കഴിയും. എന്നാൽ കരയെടുക്കാൻ കഴിയാത്ത രീതിയിൽ സ്തോത്രം നീന്തികിട്ടും കര കാണാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തിന്റെ മേഖലയെ പിടിച്ചു വെച്ചിരിക്കുന്ന ഉപ്പശക്തികളെ ദൈവാത്മാവിന്റെ രാത്രി അഴിച്ചു മാറ്റുകയാണ്. എന്നോട് ഇങ്ങനെ ഒരു വെളിപ്പാട് കൈമാറുന്നത്. 2 കാലിന്റെ പാദങ്ങൾ അതിന്റെ കാൽക്കണ്ണിന്റെ ഭാഗങ്ങൾ കയറുകൊണ്ട് ബന്ധിച്ച് സ്തോത്രം ഒരു വീൽ ചെയറിൽ ഇരുത്തിയിരിക്കുന്നത് പോലെ ഇരുത്തിയിരിക്കുന്ന ഒരു മേഖല പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. ഈ രാത്രി ആ ഘട്ട പരിശുദ്ധാത്മാവ് അഴിച്ചു വിടുകയാണ്. മുമ്പോട്ടുള്ള മൂവ്മെന്റ്സുകളെ തടഞ്ഞുകെട്ടി വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യ മേഖലയിൽ ദൈവാത്മാവിന്റെ രാത്രി അഴിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ച വചനം ഈ പ്രിയ സിസ്റ്ററുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. നിങ്ങളുടെ വയ്ക്കപ്പെട്ടൊരു മുഖമുണ്ട്. ആ മുഖം ഇന്ന് രാത്രി ദൈവാത്മാവ് തകർക്കുകയാണ്. പ്രീശകൻ നടുനിർത്താൻ കഴിയാതെ നടുവിനെ കൂനിച്ചു കളഞ്ഞു മുഖം രാത്രി ഹല്ലേലൂയ ദൈവാത്മാവ് അതിനെ അഴിച്ചു മാറ്റുക തക്കവണ്ണ പദ്ധതിയുടെ ഒരു മേഖലയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. മരുഭൂമിയിൽ പാത ദൈവം ഒരുക്കും. അബ്രഹാമിന്റെ വീട് വിട്ടിറങ്ങുമ്പോൾ ആകർന്ന് മുൻപിൽ വഴിയില്ല. മരുഭൂമിയെ ഉറവയെ തുറന്ന് ദൈവം അനുഗ്രഹിച്ചു. എന്ന ദൈവാത്മാവ് ഇടപെടുന്നു. മരുഭൂമിയിൽ ഉറവയെ തുറന്ന ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉറവയെ പകർക്കാൻ കഴിയും. ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുകയാണ്. ഒരു ദോഷത്തിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഒരു ദോഷത്തിന് ദൈവം ഏൽപ്പിക്കുകയില്ല. ഒരു ദോഷത്തിന് ദൈവം സ്തോത്രമല്ലേ ഏൽപ്പിക്കാതെ ദൈവത്തിന്റെ മഹത്വം പരിശുദ്ധാത്മാവ് ഇനിയും ദൈവം വെളിപ്പെടുത്തി അനുഗ്രഹിച്ചു മാനിച്ചു ഉദ്ധരിക്കേണ്ടത് സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി മനസ്സി അർഹം തരിക. പ്രത്യേകിച്ച് സൃഷ്ടിക്കായി പ്രാർത്ഥിക്കും. ദൈവയുടെ സഹായിക്കും. അത്ഭുതം ചെയ്യും. വഴികളെ തുറന്ന് സാഹചര്യങ്ങളെ സ്വർഗമനുകൂലമാക്കണം. സ്തോത്രം എന്നെങ്കിലും ഒരു വെളിപ്പാട് കാണിച്ചു ലത സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടാരത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു യൗവനക്കാരൻ, പക്ഷെ പൊക്കമുണ്ട്, വണ്ണമില്ല. ആ പ്രായത്തിൽ പൊക്കമുണ്ട്, എന്നാൽ വണ്ണമില്ലാത്ത നല്ല വണ്ണമില്ല. അങ്ങനെ ഒരാൾ ആകാശത്തിനും ഭൂമിക്കും മധ്യം നിൽക്കുന്നത് പോലെ സ്തോത്രം ഒരു ക്രമീകരണം ജീവിതത്തിനകത്തില്ലാതെ നിൽക്കുന്ന ഒരു തലത്തെ പരിശുദ്ധാത്മാവിന്റെ രാത്രി സാധിക്കും. ആ കെട്ട സ്വർഗം ഇന്ന് രാത്രി ആ വ്യക്തിയിൽ നിന്ന് അഴിച്ചുവിടും. പറഞ്ഞ വ്യക്തികളുടെ മേലൊരു വിടുതൽ പരിശുദ്ധാത്മാവിന്റെ തലത്തിൽ മനസ്സിന്റെ മേഖലയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടുക. മനസ്സിന് ഒരു പുതിയ ഹൃദയം
കലായുള്ള ഹൃദയം മാറ്റി മാംസമായ ഹൃദയം വരും. ദൈവം റിഫോർമേഷൻ പോലെ ഒരു ചേഞ്ച് അല്ല. ഒരു ഹൃദയത്തെ മാറ്റി ഒരു പുതിയ ഹൃദയം ആത്മാവിന്റെ ഇന്ന് രാത്രി ആ ഗ്രഹത്തിനകത്തൊരു വിടുതൽ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുക. ആത്മാവിന്റെ രാത്രി അന്തിരത്തിനകത്ത് ഇടപെടുന്നൊരു രാത്രിയാണ്. ഈ പ്രാർത്ഥിച്ച വ്യക്തികളെ ദൈവരങ്ങൾ തരുന്നു. അഗ്നിയനും ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. അങ്ങനെ തന്ന ദൂത് കൈമാറും, അങ്ങനെ തന്ന വചനം കൈമാറും. രാത്രി അതൊരു വിടുതൽ അവരുടെ ജീവിതത്തിനകത്ത് പരിണമിക്കപ്പെടും. പരിശുദ്ധാത്മാവിടെ വരുത്തണം. ദൈവം ഒരു പ്രവൃത്തിയെ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കും. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്കും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതും ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഈ കാലത്തിലും കൃപയാല് തിരഞ്ഞെടുപ്പിൽ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അതേ ദൂത് തന്നെയാണ് പാസ്റ്ററും പരിശുദ്ധാത്മാവ് തന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലാണ് ഇന്ന് രാത്രി നമുക്കുണ്ടായ ദൈവമക്കളെ. പുഷ്ടി നിമിത്തം നുകം തകർക്കും. ഹല്ലേലൂയ. തകർന്നു പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് വലിയ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നിരിക്കുന്നത്. വളരെ തിരക്കുള്ള അഭിഷിക്തൻ നമ്മുടെ നടുവിൽ ഹല്ലേലൂയ വരുവാനും എല്ലാം പരിശുദ്ധാത്മാവ് സഹായിച്ചു. അഭിഷിക്തനെ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ശക്തമായി. ഹല്ലേലൂയ. പെന്തക്കോസ്റ്റ് സ്പിരിച്വൽ ഇതിനകത്ത് ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു അഭിഷിക്തനാണ്. കർത്താവ് നമ്മളെ ശുശ്രൂഷിക്കാൻ അയച്ചു. അഭിഷിക്തനെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അഭിഷിക്തനെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബാരു ഖരാജനായ കുയ്മലെ കലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പ അങ്ങയുടെ അഭിഷിക്തനെ അപ്പൻ്റെ പാത്തി സമർപ്പിക്കുന്ന കർത്താവേ. അപ്പ അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ നടുവിൽ അയച്ചല്ലോ കർത്താവേ. ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ സഹോദരിമാരാണ് ഇന്ന് രാത്രി കൂടി വന്നത്. സഹോദരിമാരെ കുറിച്ച് ഹല്ലേലൂയ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു, ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ പറയും കീഴിരിക്കേണ്ടവരല്ല. ഞങ്ങൾ തണ്ടിന്മേലിരുന്ന് നേഷൻസിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവെ അങ്ങയുടെ അഭിഷിക്തനെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ അയച്ചല്ലോ. അങ്ങയുടെ അഭിഷിക്തന്റെ എല്ലാ മിനിസ്ട്രി അനുഗ്രഹിക്കണമേ. എവിടെയെല്ലാം പാദം വെക്കുന്നോ കർത്താവേ അവിടെ ഹല്ലേലൂയ ഹയർ അധികാരങ്ങളുടെ തലങ്ങൾ തുറന്ന് അത്ഭുതങ്ങൾ മിറക്കിൾസ് നടക്കട്ടെ കർത്താവേ. ശുശ്രൂഷകളെ അധികമായി അനുഗ്രഹിക്കണമേ കർത്താവേ. കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവിന്റെ വലം കരം ഹല്ലേലൂയ തൊടുന്നതിനായി സ്തോത്രം കർത്താവേ. മഹത്വത്തിന്റെ വലിയ തലങ്ങളിലേക്ക് ശുശ്രൂഷകളിലേക്ക് കർത്താവ് ദാസനെ കൊണ്ടുപോകുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുപോലെ ഞങ്ങളുടെ ചിറകിന്റെ കീഴിൽ മറച്ചുകൊള്ളണമേ അപ്പ. ഹല്ലേലൂയ. സോ എല്ലാവരെയും കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടു. നമ്മൾ ഹല്ലേലൂയ അങ്ങയുടെ അഭിഷിക്തൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അഭിഷേകം മാത്രമല്ല അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കണം. ശക്തമായി നമ്മളോട് സ്ത്രീകളെ ഉണർവിനെ ശക്തമായി സ്ത്രീകളെ സഹോദരിമാരെ ഉപയോഗിക്കും. കർത്താവ് നമുക്കത് വിഷം തന്നതാൽ നമ്മൾ അതിനായി ഒരുക്കപ്പെടണം. അതുരഹസ്യ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ വർദ്ധിപ്പിക്കണം. വചനം വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ നമ്മൾ ദാഹമുള്ളവരായി തീരണം. യേശുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിച്ച് ദിവസങ്ങളിൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെടാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനോട് നമ്മൾ തന്ന എല്ലാ ദൂതുകളെയും നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. അതിനെല്ലാം മുദ്രയിട്ട് ഈ നിമിഷം മുതൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കണം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. വീണ്ടും കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ കടന്നു വരും. അപ്പോൾ നമുക്ക് നമ്മുടെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും സഹവാസവും നമ്മൾ ഓരോരുത്തരോട് നമ്മുടെ ഓരോരുത്തരുടെ വിഷയങ്ങളോട് കൂടെ ഇരിക്കുമാറാവട്ടെ. അഭിഷിക്തരോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് ജയം തന്ന കർത്താവിന് നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുവേ വേഗം വരണമേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഫ്രൈഡേ നമുക്ക് ഹീബ്രൂ ക്ലാസ് ഉണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്. എല്ലാവരും കടന്നു വരണം. ഇന്ന് എല്ലാവരും വരുമെന്ന് എനിക്ക് ഒരു
എന്താ പറയുക, ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചർച്ച് ഫാസ്റ്റിംഗ് പ്രെയർ ആയതുകൊണ്ട് 2 ആഴ്ച മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല. ബട്ട് ഈവൻ ദെൻ എല്ലാവരും ഓർത്ത് കടന്നു വന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നത് അത് നമുക്ക് എല്ലാവർക്കും ഒരു വിടുതലും അനുഗ്രഹമായി ഇന്ന് രാത്രി തീർന്നിരിക്കുക. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. നമുക്ക് താങ്ക് യു ജീസസ്. ഒരു വിഷയം ഉണ്ടായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാൻ. എന്താ വിഷയം? എന്റെ ഭർത്താവിന് ഇത് പള്ളിയിൽ വരാൻ മനസ്സില്ല. ഭർത്താവിന് തന്നെ മകനും തന്നെ. അതെന്താണെന്നൊന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഭയങ്കര എതിർപ്പായിരിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. പാസ്റ്റർ മ്യൂട്ട് ആണോടോ? ആ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ കെട്ടുകളെ ദൈവം അടിച്ചാണ് ജീവനുകളെ ദൈവം മാറ്റി വിടുവിക്കാൻ ദൈവത്തിന്റെ കൃപ അനുകൂലമായി വെളിപ്പെട്ട് വരുമ്പോൾ സഹായിക്കണമേ. ഉന്നതത്തിൽ കിടക്കുന്ന എല്ലാ വ്യാപാരങ്ങളും ചിന്തകളും എല്ലാം ദൈവാത്മാവിനെ റിലീസ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും. ഇടപെടൽ നീതിയുടെ പക്ഷേ അതിനകത്ത് ഇവരുടെ മനസ്സിനെ പിറകിലോട്ട് അടുപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു മേഖലയുണ്ട്. അങ്ങനെ എന്തോ ഭയങ്കര എപ്പോഴും എതിർപ്പിയെന്ന്. അത് അതൃപ്തിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. സംസാരിക്കാൻ നമ്മൾ അങ്ങോട്ട് പറയുന്നവരും അവർ കടുക്കും. അതിലേക്ക് പോകണ്ട. സൈലന്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആത്മീയ തലത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. അവര് പിറകെ വന്നോളൂ. നമ്മളിതിലൊന്നും വെപ്രാളപ്പെടല്ല. പിറകെ വരും. പ്രാർത്ഥിക്കാം. ഓക്കെ നമുക്ക് ആശീർവാദം. നമുക്ക് വീണ്ടും ഫ്രൈഡേ കാണാം. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു പാസ്റ്റർ. ബൈ ബൈ. Thank you.